ഓക്കെ, 6 o'clock ശരിക്കുള്ള ലൈവ് തുടങ്ങുന്നത്. സത്യേട്ടൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ചെക്ക് ചെയ്യണം. സോ സത്യേട്ടൻ, ഇഫ് യു ആർ ഓൺലൈൻ, ജസ്റ്റ് ലെറ്റ് മീ നോ ഇഫ് എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യേട്ടൻ പറഞ്ഞു ഏതായാലും 6 സ്റ്റാർട്ട് ചെയ്താൽ മതി, പക്ഷെ അതിനു മുമ്പ് ജസ്റ്റ് ടു ചെക്ക് എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഇട്ടാൽ ഐ വിൽ നോ ദാറ്റ് ദ ലൈവ് ഈസ് ഓൺ. പ്രോപ്പർ ലൈവ്. ഹായ് സുധി ഗോപാൽ, ഹായ്. വെരി ഫൈൻ, ഐ എം വെരി ഫൈൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ലൈവ് ആയി എന്നറിഞ്ഞു. അപ്പോൾ ലുബാനായിക്കെ ഹലോ. എനിവേ 6 o'clock പറഞ്ഞിരുന്ന ടൈം. പക്ഷേ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ വരാൻ പറഞ്ഞതാണ് സത്യേട്ടൻ. സുധി ഗോപാൽ പാലക്കാട് ഉണ്ടോ? ഉണ്ട്. ചന്ദനാറിൽ തന്നെയുണ്ട്, വീട്ടിലാണ്. അരുൺ ഹായ് ചേട്ടാ. ഹായ് ബ്രോ, വെൽക്കം. കുര്യൻ, ഓക്കെ, ഹായ്. താങ്ക് യു സോ മച്ച്. അബു, ഹായ്. സുകുമാർ, ഹായ്. സുധി എരുമേരിൽ നിന്നും, ഹലോ സുധി. എബി, ഓക്കെ, സുഖമാണ്. അരുൺ ലാർലൂൽ കാവ്, ഹായ് അരുൺ. സുഖമാണ് അരുൺ. എല്ലാവരെ പോലെ തന്നെ വീട്ടിൽ തന്നെയാണ്. ബൈജു, ഹായ് ബൈജു. ആനന്ദ് അയ്യർ, ഹായ്. രഘു മേനോൻ, ഹലോ സർ. ഹലോ, നമസ്കാരം സർ. ഏതായാലും സ്വരല ഓർക്കസ്ട്രയുടെ ഈ പേജിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. സ്വരലയെക്കുറിച്ച് ഞാനായിട്ടൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സ്വരലയുടെ ഒരുപാട് ഫംഗ്ഷൻസിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അജയൻ സാറിനെ സ്വരലയ്ക്ക് മുമ്പും അതിന് ശേഷവും സ്വരലയിൽ ഞാൻ അജയൻ സാർ വഴി ഒരുപാട് സ്റ്റേജസിൽ കയറാൻ ഒരു ചാൻസ് കിട്ടിയ ഒരാളാണ്. രഘു മേനോൻ, ഹലോ. സലിൽ ദേവ്, ഹലോ ബ്രദർ. ഹലോ ഗിരി നായർ, ഹലോ. എബി, ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്ന് വെറുത്തോ ബ്രോ? ഇല്ല, വീട്ടിലിരുന്ന് വെറുത്തിട്ടില്ല. പക്ഷേ വർക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു ടെൻഷനിലാണ്, അത്രേ ഉള്ളൂ. വർക്ക് ചെയ്യണമല്ലോ. വെറുത്തിട്ടൊന്നുമില്ല, ഫാമിലിയുടെ കൂടെയല്ലേ. മഞ്ജു ജയൻ, ഹായ്. ആനന്ദ്, വീണ്ടും കണ്ടതിൽ സന്തോഷം ആനന്ദ്. രജനി നവല്ലൂർ, ഹലോ. രാജേഷ് ജി, ഹലോ, നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വരലയുടെ ഈ പേജിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സത്യേട്ടനാണ് വിളിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്തത്. സത്യേട്ടന് ഒരുപാട് വർഷത്തെ ഞങ്ങളുടെ പരിചയമാണ്. അജയൻ സാറ് ഒരുപാട് വേദികളിൽ പ്രൊമോട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത ഒരാളാണ് അജയൻ സാറ്. സ്വരലയായിട്ട് എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ക്ലിയർ ആണ് അല്ലേ? താങ്ക് യു ബൈജു, ക്ലിയർ ആണെന്ന് പറഞ്ഞല്ലോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് സത്യേട്ടൻ നേരത്തെ വരാൻ പറഞ്ഞത്. മുരളീധരൻ നായർ, ഹലോ, നമസ്കാരം. ആരോ ചോദിച്ചു, പാലക്കാടിലെ ലോക്ക്ഡൗൺ തുടങ്ങിയ മുതൽ വീട്ടിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. ചന്ദ്രനഗറിലുള്ള വീട്ടിൽ തന്നെയാണ്. ഭാഗ്യത്തിന് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ഭാഗ്യം എന്ന് പറയുന്നത്. വീട്ടിലെത്തിയ കാര്യം കേട്ടോ ഭാഗ്യം എന്ന് പറയുന്നത്. ശശികുമാർ, ഹായ് ശശികുമാർ, നമസ്കാരമുണ്ട്. ലോക്ക്ഡൗണ് ജസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലെത്തി. അതിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, എനിക്ക് 3 മക്കളാണ്. എന്നെ നല്ല പരിചയമുള്ളവർക്ക് അറിയാം. ശശികുമാർ ഹായ് പറയുന്നു. ഹായ്. സുചിത്ര, ഹായ് സുചിത്ര. അപ്പോൾ ലോക്ക്ഡൗണിന് മുമ്പ് എൻ്റെ മാർച്ചിലാണ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ അതിന് സർപ്രൈസായിട്ട് എൻ്റെ എൻ്റെ മോൻ ആമസോണിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഇരട്ട കുട്ടികൾ KPMGയിലാണ്. അപ്പോൾ ആ സമയത്ത് അവർ വീട്ടിലെത്തി ബർത്ത്ഡേ കഴിഞ്ഞു, ലോക്ക്ഡൗൺ തുടങ്ങി. അപ്പോൾ ഭാഗ്യത്തിന് 3 പിള്ളേരും വീട്ടിലെത്തി. വലിയൊരു ഭാഗ്യമായിരുന്നു. ബൈജു, പുതിയ വർക്ക് ഏതാണ്? പുതിയ വർക്ക് ഇപ്പോൾ 3 മാസമായിട്ട് ഒന്നുമില്ലല്ലോ ബൈജു. അപ്പോൾ അതിന് മുമ്പ് പസീന എന്ന് പറയുന്ന സിനിമയായിരുന്നു ഫൈനലായിട്ട് ഷൂട്ട് ചെയ്തത്.
സീരിയൽ ഏഷ്യാനെറ്റിനൊരു പുതിയ പൈലറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതിനിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അനീഷ് ഹായ് പറയുന്നു. ഹായ് അനീഷ്. ജോവാൻസ് ഫിലിപ്പ് ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ് ടു യു. സുചിത്ര ഹായ് സുചിത്ര ഹായ്. ചേച്ചി മക്കളും സുഖം തന്നെ. ആനന്ദ് സുഖമാണ്. മക്കളും ഞാൻ പറഞ്ഞല്ലോ, മക്കൾ വീട്ടിലെത്തി. ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തി. അതുകൊണ്ട് അവർ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 3 പേരും വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു വലിയ ഭാഗ്യമായിപ്പോയി. ജോവാൻസ് ചോദിക്കുന്നു സുഖമാണോ എന്ന്. സുഖമാണോ ജോവാൻ? ഷാജി ഹായ് ഷാജി, നമസ്കാരമുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ വീട്ടിൽ ആ സമയത്ത് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് പിള്ളേരൊക്കെ എത്തിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അനീഷ് സുഖമാണോ? സുഖമാണ് അനീഷ്. ഹായ് രാജീവ് മനോജ്. ഹായ് രാജേഷ്. ഹായ് രാജി. അശ്വിൻ ഹായ്. ഗിരി നായർ മഴ വരും തോന്നുന്നു. ഓരോ മഴ സോങ് ആവാം അല്ലേ? ഞാൻ അങ്ങനെ ഒരു പാട്ടുകാരനല്ലല്ലോ, വല്ലപ്പോഴും പാടുന്ന ആളാണ് ഗിരി. നിങ്ങൾ മേ ബി സം അതർ ലൈവ് വരുമ്പോൾ ഇപ്പോൾ നന്ദു ഒക്കെ ഉച്ചയ്ക്ക് വന്ന് പാട്ട് തകർത്തുണ്ടാവുമെന്ന് എനിക്കറിയാം. എൻ്റെ സുഹൃത്താണ് ഡോക്ടർ നന്ദു. അദ്ദേഹം മനോഹരമായിട്ട് പാടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞല്ലോ, പാടാം. പക്ഷെ അങ്ങനെ ഒരു പക്കാ പ്രൊഫഷണൽ സിംഗർ അല്ലാത്തതുകൊണ്ട് മഴയെക്കുറിച്ചൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞ ഉടനെ പാടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല. മേ ബി പഴയ വെസ്റ്റേണൊക്കെ പാടേണ്ടി വരും. വെസ്റ്റേൺ ആണല്ലോ പാടുന്നത്. I love the rainy nights, such a beautiful sight. അങ്ങനെയൊക്കെ പാടേണ്ടി വരും. ഇന്ന് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ലൈവ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് രാവിലെ മുതലേ ലൈവ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ സത്യേട്ടൻ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ സൺഡേ ഒരുപാട് നല്ല ലൈവുകൾ വന്നിരുന്നു എന്ന് മനസ്സിലാക്കി. ഷാജി അറിയും. ഹായ് അൻഷിഫ്. ഹായ് ഷാജി. ഹായ് മുജീബ്. ഹായ് സുചിത്ര. നേരത്തെ ആനന്ദ് ചോദിക്കുകയായിരുന്നു ഏതായിരുന്നു വർക്ക് എന്ന്. പസീന ആയിരുന്നു പറയുന്ന ഫിലിമാണ്. പസീന എന്നുള്ളത് ഹിന്ദി വാക്കാണെങ്കിലും ഫിലിം മലയാളമാണ്. പയ്യന്നൂരായിരുന്നു ഷൂട്ട്. ഞാനും ശോഭി തിലകനൊക്കെ പഴയ ആൾക്കാരുള്ളൂ. ബാക്കിയൊക്കെ പുതുമുഖങ്ങളാണ്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. കോളേജിലുള്ള പിള്ളേരും എന്താ പറയുക, അവരുടെ കഥകളൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊരു കഥയാണ്. അപ്പോൾ അതിലൊരു മേജർ റോൾ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞു. പാട്ടിൻ്റെ കുറച്ച് പോർഷൻസ് ബാക്കിയുണ്ട്. അതൊക്കെ ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. ബാലകൃഷ്ണൻ ഹായ് നമസ്കാരം. ഹായ് ഹരി ഗുരുവായൂർ. നമസ്കാരമുണ്ട്. രേഖ അജിത് ഹായ് രേഖ. ഷൈൻ ഹായ് ഷൈൻ. ഗുഡ് ഈവനിങ്. എല്ലാവരും പാലക്കാട്ടുകാർ മഴയ്ക്ക് വേണ്ടി ഇതപ്പോൾ ഞാൻ ജനലിൽ കൂടി ഞാനും നോക്കുക. മഴ ഇടിയൊക്കെ ഉണ്ട്, പക്ഷെ മഴയൊന്നും കാര്യമായിട്ട് പെയ്യുന്നില്ല. കുറേ ദിവസമായി മഴ പെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ഇന്നെങ്കിലും നന്നായി പെയ്യുമെന്ന് വിചാരിക്കുന്നു. സതീ മേനോൻ ഹായ് നമസ്കാരമുണ്ട്. ചേട്ടൻ ഇഷ്ടപ്പെട്ട പാട്ടുപാട് തുടങ്ങാമോ? അരുൺ, ഞാൻ പാട്ടൊക്കെ പാടാം. ഞാൻ നോ എന്ന് പറയാത്ത ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പാട്ടുകാരനൊന്നും അല്ല കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഷോസിന് വേണ്ടി പാടുന്ന ആളാണ്. അതായത് ഒരു ആക്ടറാണ് ബേസിക്കലി, ട്രെയിൻഡ് സിംഗറൊന്നും അല്ല. ജലീൽ വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ, വെഞ്ഞാറമൂട് ഞാൻ നടത്തുന്ന ആംബുലൻസ് ഓടിച്ചാണ് ഹോം കൊണ്ട് പോകുന്നത്. ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. ഒരുപാട് വലിയ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഹാറ്റ്സ് ഓഫ് ടു യു. മുജീബ് ഹായ്. ആനന്ദ് താങ്ക്സ് ടു സത്യേട്ടൻ ഫോർ അറേഞ്ചിങ്. ഡെഫിനറ്റ്ലി സത്യേട്ടൻ ഹാസ് ഓൾവേസ് എ സ്പെഷ്യൽ പേഴ്സൺ. ഒരുപാട് വണ്ടർഫുൾ ഷോസ് അറേഞ്ച് ചെയ്യുന്ന ആളാണ്. ഷൈൻ ഹായ്. ശിവപ്രസാദ് ഹായ്. ആദിൽ അപ്പൂസ് മോൻ സൗദിയിലാണ്. ഓക്കെ, അപ്പോൾ സൗദിയിലുള്ള ആദിലിനും ഹായ്. വർഗീസ് യോനാൻ ഹായ്. ഡെയ്സി ജോൺ ഹായ്. ഏതായാലും നേരത്തെ ഒരാൾ എന്തെങ്കിലും ഒരു പാട്ട് പാടി തുടങ്ങാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഞാനൊരു പാട്ട് തരാം. അതിനു മുമ്പ് എന്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സിനിമയിലും സീരിയൽ രംഗത്തും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വേഷം. നെഗറ്റീവ് വേഷങ്ങളാണ് കൂടുതലിഷ്ടം. എല്ലാ വേഷങ്ങളും ചെയ്യാറുണ്ട്, അറിയാമല്ലോ. പോസിറ്റീവും നെഗറ്റീവും കോമഡിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇഷ്ടം നെഗറ്റീവ് ചെയ്യാനാണ്. അബ്ദുൽ നിസാർ നമസ്കാരമുണ്ട്. സാധാരണ കലാകാരന്മാരൊക്കെ വർക്ക് തുടങ്ങാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചേട്ടാ. എല്ലാം ശരിയാകും. വി വിൽ പ്രേ. താങ്ക് യു സോ മച്ച്. വളരെ കറക്റ്റാണ്. വർക്ക് എപ്പോൾ തുടങ്ങുന്നത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമുക്കൊരു ഡേറ്റ് ഇല്ലല്ലോ. എപ്പോൾ തുടങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന തീയതിക്ക് കൊറോണ തിരിയും, അല്ലെങ്കിൽ ഇന്ന തീയതിക്ക് ഇപ്പം നമുക്ക് ഈവൻ പ്രളയം വരുമ്പോൾ പോലും നമുക്ക് മഴ നിന്നാൽ പ്രളയം കഴിയുന്നെങ്കിലും നമുക്കറിയാമായിരുന്നു. ഇതിപ്പോൾ അതുപോലും കൂടി അറിയില്ല, ആർക്കും അറിയില്ല. നമ്മളെല്ലാവരും വല്ലാത്തൊരു സ്ഥിതിയിലാണ്. അബ്ദുൽ നിസാർ ഹായ്.
ഒരു മലയാളം പാട്ട് പാടാം. മലയാളം പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. ഞാൻ ഹിന്ദി ഇംഗ്ലീഷാണ് കൂടുതൽ പാടാറുള്ളത്. എൻ്റെ ഷോസ് കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഹായ് നമസ്കാരം, സജിത്ത് ആണ്. സജിത്ത് ഓക്കെ, ഖത്തറിൽ നിന്നോ? നമസ്കാരം സജിത്ത്. സേഫായിരിക്കൂ, ഖത്തറിലാണല്ലോ അല്ലേ? സേഫായിരിക്കൂ. നിങ്ങളുടെ ചന്ദ്രനാഗർ മാത്രമില്ല മഴ. അയ്യോ, വന്നാൽ മതിയായിരുന്നു. അവിടെയൊക്കെ തുടങ്ങിയില്ല, അപ്പോൾ ഇവിടെ ഇല്ല. ഒന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു. സുചിത്ര വീണ്ടും ചോദിക്കുന്നു മലയാളം പാട്ട്. ഞാൻ ഏതായാലും പാട്ട് ചോദിച്ച സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു 4 വരി മൂളാം. എൻ്റെ വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി പാട്ടാണ്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര സിംഗറൊന്നും അല്ല എന്നറിയാമല്ലോ, പക്ഷേ ആരെങ്കിലും ഒരു റിക്വസ്റ്റ് വരുമ്പോൾ നോന്ന് പറയാത്ത ഒരാളുമാണ്. നോക്കട്ടെ. തേരേ മേരേ മിലൻ കി ഏരനാ हो तेरे मेरे मिलन की ये रना नया कोई गुल खिलाएगी नया कोई गुल खिलाएगी कभी तो चंचल है तेरे नैना देखो ना तेरे मेरे मिलन की रना. ഓക്കെ, അപ്പോൾ പാട്ട് പാടണം, ഒരു പാട്ട് പാടി തുടങ്ങണം പറഞ്ഞു. പാട്ട് പാടിയിരിക്കുന്നു. ഹോപ്പ് ഇറ്റ് വാസ് ഓൾ റൈറ്റ്. ഞാൻ കുവൈറ്റിലാണ്. ബാലകൃഷ്ണൻ, ഹായ് ബാലകൃഷ്ണൻ. കുവൈറ്റിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിച്ച ആളാണ്. അപ്പോൾ വിക്ടോറിയയിലുള്ള ഫ്രണ്ട്സിൻ്റെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സേഫായിരിക്കൂ. അറിയാം ഗൾഫിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെന്ന്. സേഫായിരിക്കും. ലോകം മുഴുവനുള്ള പ്രശ്നമാണല്ലോ. മുജീബ് ചോദിക്കുന്നു സുഖമാണോ? ഹായ് സുഖമാണോ? ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ വീട്ടിൽ സേഫായി സുഖമായിട്ടിരിക്കുന്നു മുജീബ്. പരമേശ്വരൻ, ഹലോ പരമേശ്വരൻ, നമസ്കാരമുണ്ട്. രാംദാസ്, ഹായ് രാംദാസ്. യെസ് ആനന്ദ്, അഭിമാൻ എന്ന ഫിലിമിൻ്റെയാണ്. അമിതാഭ് ബച്ചൻ, ജയബാദുരി. എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് സോങ്സാണ്. എൻ്റെ വൈഫിൻ്റെയും ഫേവറേറ്റ് സോങ്ങാണ്. എപ്പോഴും ഞങ്ങൾ ഡ്യുവറ്റ് പാടാൻ പറയുമ്പോൾ പാടാറുണ്ട്. സത്യേട്ടൻ പറയുന്നു നൈസ് സിംഗിങ്. കമ്മിങ് ഫ്രം യു സത്യേട്ട, ദാറ്റ്സ് എ ലവ്ലി കോംപ്ലിമെൻറ്റ്. താങ്ക് യു സോ മച്ച്. അബ്ദുൽ നിസാർ, വോയിസ് സൂപ്പർ. ഓ താങ്ക് യു അബ്ദുൽ, താങ്ക് യു സോ മച്ച്. അരുൺ താങ്ക് യു, നൈസ് സോങ്, താങ്ക് യു സോ മച്ച്. ലീന, സൂപ്പർബ് ഹിന്ദി സോങ്, താങ്ക് യു സോ മച്ച്, സോ നൈസ് ടു ഹിയർ ദാറ്റ്. ഒരുപാട് സന്തോഷം. അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് ശിവപ്രസാദിന്. ശിവപ്രസാദ്, ഞാനും അങ്ങനെ ആഗ്രഹിച്ചു വന്ന ഒരാൾ തന്നെയാണ്. ഇതിനൊറ്റ വഴിയേ ഉള്ളൂ, ഓഡിഷൻസിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ കൊച്ചു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിൻ്റെ CD ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും അയക്കുക. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. ഞാൻ സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ആ ഷോർട്ട് ഫിലിം പലവർക്കും അയച്ചിട്ട് വളരെ കഷ്ടപ്പെട്ട് ചോദിച്ച് തന്നെ വന്നതാണ്. ഇപ്പോൾ പിന്നെയും കൂടുതൽ ചാൻസസ് ഉണ്ട്. രാജേഷ് നായർ ഹായ് പറയുന്നു. ഹായ്. ജലീൽ, ആംബുലൻസ് ഓടിച്ച് ഒരു അനാഥാലയം നടത്തുന്നു, ലോക്ക്ഡൗൺ കഴിഞ്ഞ് അനാഥാലയത്തിൽ വരുമോ? ഷുവറായിട്ടും ജലീൽ, നോക്കട്ടെ, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എന്നെ. സത്യമായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ ഫ്രീ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ വന്നിരിക്കും. നമുക്ക് ഡെഫിനറ്റ്ലി നോക്കാം. പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളോട് പറയാനുള്ളത്, ഇപ്പോൾ ഓഡിഷൻസ് ധാരാളം നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോഴല്ല, ലോക്ക്ഡൗൺ സമയത്തല്ല, പക്ഷെ പൊതുവെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലും TV-യിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഓഡിഷൻസിന് പോകും. നമ്മൾ അങ്ങനെ പോയി ട്രൈ ചെയ്താൽ മാത്രമേ അറിയുള്ളൂ നമുക്ക് ചാൻസ് കിട്ടുമെന്നുള്ളത്. അതുപോലെയാണ് 99% ആൾക്കാർ അഭിനയത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആരാടെ റെക്കമെൻഡേഷനിൽ വരുന്നത് കയ്യിലെണ്ണാവുന്ന ആൾക്കാരാണ്. ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ട ഓഡിഷനൊക്കെ പോയിട്ട് തന്നെയാണ് വരുന്നത്. സുധീഷ് ഹായ്. മനോജ്, ചിങ്ങച്ചം വീട്, ഹലോ. ആനന്ദ്, ഏത് നെഗറ്റീവ് ക്യാരക്ടറാണോ ചെയ്തത്? ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആനന്ദ്. ഫിലിമിലാണെങ്കിൽ ഉന്നത്തിൽ ചെയ്ത നെഗറ്റീവായിട്ടുള്ള പോലീസുകാരൻ, മനസ്സിനക്കരയിൽ ഒരുപാട് നെഗറ്റീവ് അല്ലെങ്കിലും എൻ്റെ അമ്മ ഷീലാമ്മയ്ക്ക് നെഗറ്റീവായിട്ട് തിരിയുന്ന ഒരു മകനായിട്ടാണ്. കറുത്ത പക്ഷികളിൽ പക്ക നെഗറ്റീവാണ്. മമ്മൂക്കിക്ക് കണ്ണ് കിട്ടാതാവുന്നത് ഞാൻ കാരണമാണ്. ഞാനാണ് മീനയുടെ ഹസ്ബൻഡായിട്ടല്ല അഭിനയിച്ച്. സീരിയലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, രഹസ്യം, മമ്മക്കിളി, എല്ലാത്തിനും നെഗറ്റീവ്, ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. മുക്കോഷിയാണ് എൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടർ. ബലറാം ഒറ്റപ്പാലം, ഹായ് ബലറാം. വൺ മോർ ഹിന്ദി സോങ് പ്ലീസ്. എനിക്ക് ഹിന്ദി സോങ് ആണ് ഇഷ്ടം, ലീന പറയുന്നു. ഓക്കെ ലീന, ആവട്ടെ, പാടാം. ഞാൻ കണ്ടിന്യൂസ് പാടിക്കൊണ്ടിരുന്ന സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു പാട്ടുകാരനല്ല. പാട്ടുകാരാണ് കുറേ പാട്ട് പാടേണ്ടത്. ഞാൻ വല്ലപ്പോഴൊക്കെ പാടാം. നോക്കട്ടെ, ബിഫോർ ഐ ഗോ ഞാനൊരു ഹിന്ദി പാട്ടും കൂടി തരാം, ഉറപ്പ്. പുതുമഴയുടെ സുഗന്ധം, ആഹാ എന്ത് രസം ഉള്ള മണം. അതെ, ഇവിടെ 2-3 തുള്ളി വന്നതുകൊണ്ട് ആ ഒരു പുതുമണം വരുന്നുണ്ട്. പക്ഷെ മഴയാണ് ഈ ഭാഗത്ത് നന്നായിട്ട് പെയ്യാത്തത്. രാത്രി ആകുമ്പോഴേക്കും പെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അംഷി മുംബൈ ഓൺലൈൻ, ഹലോ, നൈസ് മീറ്റിംഗ് ഓൺ. വെരി നൈസ് മീറ്റിംഗ് യു ടു. ഇപ്പോൾ ഓൺലൈൻ മാത്രമാണല്ലോ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്.
മനോജ് ചോദിക്കുന്നത് തമിഴ് സോങ്. മനോജ്, ഞാൻ അങ്ങനെ ഒരു ഭീകര സോങ് ഒന്നല്ല, ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉള്ള റോജയെ പോലുള്ള ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ പാടി കേട് വരുത്തണ്ട. അതിനൊക്കെ ഗംഭീര സിംഗേഴ്സ് നിങ്ങളെ ലൈവിൽ വന്ന് പാടും. എന്നെ കൊണ്ടാവുന്ന എൻ്റെ പരിമിതിയിൽ നിൽക്കുന്ന കുറച്ച് പാട്ടുകൾ ഇടയ്ക്കൊക്കെ തരാം. ഷിബു ഹായ് പറയുന്നു. ഹായ് ഷിബു. അപ്പോൾ ഏതായാലും എന്താ പറയുക, ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള സഹോദരന് വേറൊരു വഴി എന്താ പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾ സുഹൃത്തുക്കളുടെ കൂടെ ചേർന്നിട്ട് ഒരു ഷോർട്ട് ഫിലിം എന്തെങ്കിലും ചെയ്ത് ആ CD ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും അയക്കുക. അങ്ങനെ അവർക്ക് നിങ്ങളുടെ എന്താ പറയുക ആക്ടിങ് ഇഷ്ടാവുകയോ മറ്റോ ചെയ്താൽ അവർ ചാൻസ് തരാൻ. ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ മിറാഷ് എന്ന് പറയുന്ന 11 മിനിറ്റുള്ളൊരു ഷോർട്ട് ഫിലിം 2000, ദാറ്റ് ഈസ് ഇയർ 1999 2000 ചെയ്തിട്ട് അതിൻ്റെ CD അയച്ചിട്ടാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിവപ്രസാദ്, താങ്ക്സ് ചേട്ടാ. ഓക്കെ. ആനന്ദ്, ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ രാജേഷ് ഏട്ടനായതുകൊണ്ട് ആയിരിക്കും പോസിറ്റീവായി തോന്നിയത്. പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അപ്പോൾ എന്നെ മാത്രമല്ല ആനന്ദ്, നമ്മൾ എല്ലാ ആക്ടേഴ്സും പറയാറുണ്ട്, അവരെ ഏറ്റവും പരിചയമുള്ള ആൾക്കാർക്ക് അവരെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് കാണുമ്പോൾ ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാം. അപ്പോൾ കുട്ടിക്കാലം മുതലോ അല്ലെങ്കിൽ നാട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ടോ അറിയുന്ന ആൾക്കാരെ കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഞാനെന്നല്ല, എല്ലാ ആക്ടേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിചയമുള്ളവർക്ക് നമ്മൾ എങ്ങനെ വേണമെങ്കിലും കാണാൻ പറ്റും. ഒരുപാട് ഫിലിംസ് ആരുടെ കണ്ടിട്ടുണ്ട്, ഉഗ്രൻ അഭിനയം കേട്ടോ. താങ്ക് യു സോ മച്ച് ലീന. ഞാൻ ആസ് ഓൺ ഡേറ്റ് 52 ഫിലിംസായി 5 ലാംഗ്വേജസിലായിട്ട്. മഹിമ ചന്ദ്രശേഖർ, ഹലോ രാജേഷ് സർ, യു നോ മൈ ഫാദർ ചന്ദ്രശേഖരൻ ഓഫ് യൂണിയൻ ബാങ്ക്. ഹായ് മഹിമ, അച്ഛൻ്റെ അടുത്ത് ഒരു ബിഗ് ഹായ് പറയൂ. മിസ്റ്റർ ചന്ദ്രശേഖരൻ്റെ അടുത്ത് എൻ്റെ നമസ്കാരം പറയൂ. സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. എനിവേ, പാലക്കാടൻ ചൂടിൽ ഇന്നിപ്പോൾ തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അതൊരു സന്തോഷം. ഇന്ന് പാലക്കാടിൽ ചുട്ടു പൊള്ളുന്ന പാലക്കാടിൽ ഇന്നൊരു വ്യത്യാസമുള്ള ദിവസം. ഷിബു, പാട്ട് പാടാൻ അവസരമുണ്ടോ ചോദിക്കേണ്ടത് മ്യൂസിക് ഡയറക്ടറുടെ അടുത്താണ്. അത് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് അതിൻ്റെ കാര്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇതുപോലെ തന്നെ ഓഡിഷൻസിന് പോവാം, സ്റ്റുഡിയോസിൽ പോയി മീറ്റ് ചെയ്യാം, നിങ്ങൾ പാടിയ CDs മ്യൂസിക് ഡയറക്ടേഴ്സിന് അയച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഷബീർ അലി, ഹായ്. മിസ്റ്റർ മോഹൻ രാജ് ചോദിക്കുന്നു, ഹൗ ആർ യു? ഐ എം വെരി ഫൈൻ സർ. മിസ്റ്റർ മോഹൻ രാജ്, ഐ എം വെരി ഫൈൻ. വിശ്വനാഥൻ മാരാർ, ഹായ്. മിനി മേനോൻ, ഹലോ മിനി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചാൻസസ് നമ്മളെ തേടി വരും, അപൂർവം സംഭവിക്കാറുള്ളൂ. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ വല്ലവരും ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ തിരഞ്ഞു വരിക എന്നുള്ളത് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത്. ഇഫ് യു ആർ റിയലി സീരിയസ് അബൌട്ട് ഗോയിങ് ഇൻ ടു ദിസ് ലൈൻ, ആക്ടിങ് ആയിക്കോട്ടെ, എനി ക്രിയേറ്റീവ് വർക്ക് നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി ചെന്ന് ഓഡിഷൻ ചെയ്ത് ആൾക്കാരെ മീറ്റ് ചെയ്ത് ചെയ്യാനേ പറ്റൂ. അതങ്ങനെ തന്നെ ചെയ്യാൻ പറ്റില്ല. അതിന് വേറൊരു വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല പ്രൊഡ്യൂസറിൻ്റെ മകനോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറിൻ്റെ മോനോ സൂപ്പർ സ്റ്റാറിൻ്റെ മോനോ ഒക്കെ ആവണ്ട. അത് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഈ വഴി തന്നെ ഉള്ളൂ. ഓക്കെ മഹിമ, യു ആർ ഇൻ ചെന്നൈ. ഓക്കെ, ടേക്ക് കെയർ. ചെന്നൈയിൽ ഇഷ്യൂസ് ഒരുപാടാണെന്ന് അറിയാം. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. Your husband's name is Rajesh. Okay, that's so nice. A big hi to your husband Rajesh also. മഹിമയുടെ ഹസ്ബൻഡ് രാജേഷിനും ഈ രാജേഷിൽ നിന്നും ഒരു വലിയ ഹായ്. ഷബീർ, ഹലോ ഷബീർ. അച്ഛനോട് പറയാമെന്ന് മഹിമ പറയുന്നു. ഓക്കെ, വെരി നൈസ്. ടെല്ലിം ഞാൻ ഹായ് പറയൂ. ഒരു കട്ടനും കുടിച്ച് മഴ നോക്കി സാറുടെ ലൈവ് കണ്ട് ഇരുന്ന് ആസ്വദിക്കുന്നു. സന്തോഷം. അങ്ങനെയാണ് ഇന്ന് ആസ്വദിക്കേണ്ടത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, ഒരു സെക്കൻഡ് നമ്മൾ പാലക്കാട്ടുകാർ ഇരുന്ന് പറഞ്ഞാൽ വേർത്ത് ഒഴുകേണ്ട സ്ഥിതിയാണ്. 41 ആയിരുന്നല്ലോ ടെമ്പറേച്ചർ. ഇന്നാണൊന്ന് കൂളായിട്ട് മഴയും ഇവിടെ ഒരു ചാറൽ മഴ വന്നു പോയതേ ഉള്ളൂ. നല്ല മഴയ്ക്ക് വേണ്ടി നമ്മൾ ചന്ദ്രനാഗറിലൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണു. ജനാർദ്ദൻ നായർ, ഹായ്. മിസ്റ്റർ ജനാർദ്ദൻ നായർ, നമസ്കാരമുണ്ട്. കൃഷ്ണൻ ലക്ഷ്മി നാരായണൻ, ഹായ്. ജനാർദ്ദൻ ഞാൻ ചോദിക്കുന്നു, ഹൗ ആർ യു എന്നും. ഐ എം വെരി ഫൈൻ. എനിവേ, ഹോപ്പ് ഓൾ ഓഫ് യു ആർ കീപ്പിംഗ് സേഫ്. ഇപ്പോൾ ഞങ്ങൾ ആക്ടേഴ്സ് എടുത്തൊരു ഡിസിഷൻ എന്താ പറഞ്ഞാൽ, ബൈ ദ വേ ഞാനിത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാം. യൂട്യൂബിൽ ഞങ്ങൾ ടീം ട്രയോ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനും സാജൻ സൂരിയും അരുൺ രാഘവും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ആക്ടേഴ്സാണ്. നമ്മൾ 3 പേരും കൂടി ചേർന്നിട്ട് ഒരു ടീം ട്രയോ പ്രൊഡക്ഷൻസ് കൊണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഒരുപാട് പബ്ലിക് മെസ്സേജസും ഉള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് പറയാൻ കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിതി കാരണമാണ്. സോ
അതിൽ നമ്മൾ ബോധവൽക്കരണം ആർക്കും ആവശ്യമില്ല. ടെലിവിഷനിലും ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വി ഹാവ് ടു ഡു അവർ പാർട്ട്. പണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ഹാവ് ദ ടൈം, ടീം ട്രയോ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യൂ. അതിൽ നമ്മുടെ വീഡിയോസ് കാണും. ഇഫ് പോസിബിൾ ഡു സബ്സ്ക്രൈബ് ടു ഇറ്റ് ആൻഡ് ഡു ലൈക്ക് ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബിഗ് ഹെൽപ്പ്. വിക്ടോറിയ കോളേജ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ ചുരുങ്ങിയ വാക്കുകളിൽ? രാംദാസ് മയ്യന്നൂർ. ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി ഡേയ്സ് ആയിരുന്നു വിക്ടോറിയ കോളേജ്. ഞാൻ ഇന്ന് എന്താണോ എന്നുള്ളത്, ഐ ആം വാട്ട് ഐ ആം ബിക്കോസ് ഓഫ് വിക്ടോറിയ കോളേജ്. എൻ്റെ ആർട്ടിൻ്റെ ജീവിതവും ഏറ്റവും അധികം ഞാൻ ആർട്ടിലേക്ക് ഇറങ്ങിയത് വിക്ടോറിയ കോളേജിൻ്റെ സ്റ്റേജിലൂടെയാണ്. ഞാനൊരു സിംഗറോ അല്ലെങ്കിൽ ഒരു ആക്ടറോ, സിംഗർ അതൊക്കെ ജസ്റ്റ് ഓക്കെ സിംഗർ, ബട്ട് ആക്ടർ ആയത് ഞാൻ വിക്ടോറിയ കോളേജിൻ്റെ സ്റ്റേജിലൂടെയാണ്. സംസാരം ഞാൻ നമസ്കാരം സത്യംബായിയുടെ ഫ്രണ്ട്. ഓക്കെ മിസ്റ്റർ ജനാർദ്ദൻ നായർ, നമസ്കാരമുണ്ട്. സിന്ധു നായർ സേസ് ഹലോ സിന്ധു. സനീഷ് സേസ് ഹായ് സനീഷ്, ഹായ്. Okay, he's saying hello to Satyatan. Okay, Mr. Krishnan is saying hello to you, Satyata. ഓക്കെ, വിക്ടോറിയൻ ഓർമ്മകളിലേക്ക് പോവാം. വിക്ടോറിയ കോളേജ് 1983 മുതൽ 1989 വരെ വിക്ടോറിയയിലായിരുന്നു. ഫ്രം പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രി ഉണ്ടല്ലോ, +2 അല്ലല്ലോ, MA കഴിയുന്നവരെ. MA ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ചെയ്തത്. 89 വിക്ടോറിയയുടെ 100th ഇയർ സെന്റിനറി ഇയറിൽ ഞാൻ ചെയർമാൻ ആയിരുന്നു. പാർട്ടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ബിക്കോസ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജയിച്ചത്, ഏത് പാർട്ടിയിലും അല്ല, ഒരു സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത്. അപ്പോൾ വിക്ടോറിയ കോളേജിൽ 7 വർഷം പഠിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഡാനിയൽ സേ ആസ് ഹൗ ആർ യു? ഐ എം വെരി ഫൈൻ ഡാനിയൽ, ആൻഡ് ഹൗ ആർ യു? Rajesh Nair says nice speech. Thank you sir, thank you so much. Janardhan Nair says I'll watch it. You mean Team Trio Productions? Please do watch it. Hi to Raghu Kumar. Hi, namaskaram to Gobinathan sir. മനോജ് ചോദിക്കുന്നത് ചന്ദനഗർ എവിടെയാണ്? മെയിൻ കോളനിയിൽ തന്നെയാണ്. ഹൈവേയിൽ കൂടി പോവാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് കൂടി മുമ്പിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ. AB നായർ ഹലോ. എല്ലാവർക്കും ഹലോ. ഞാൻ ഇടയിൽ സംസാരിക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ മറ്റോ 1-2 ആൾക്കാരുടെ പേരൊക്കെ ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നു കണ്ടു. അവരാരെങ്കിലും പേരുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു ആൻസർ ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. പിന്നെ വിക്ടോറിയയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ പറയാൻ പറഞ്ഞാൽ വാതോരാതെ ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാനെന്നല്ല, ഏതൊരു വിക്ടോറിയൻ്റെ അടുത്തും വിക്ടോറിയയെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ നിർത്തില്ല. എന്താ പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ. അതിൽ എല്ലാവരും പറയും വിക്ടോറിയ എന്ന് പറയുന്ന ഒരു വികാരമാണ്. ആം എ വിക്ടോറിയൻ എന്ന് പറയുന്നത് ഇന്നും ഞാൻ എവിടെയും പോയി പറയുമ്പോൾ ആം എ വിക്ടോറിയൻ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. എൻ്റെ ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ സ്റ്റേജിലും ഞാൻ പറയാറുള്ള കാര്യമാണ്, എനിക്ക് എൻ്റെ ബെസ്റ്റ് ആക്ടറിന് നെഗറ്റീവ് റോൾ കിട്ടിയത് വിക്ടോറിയ കോളേജിൻ്റെ ഏഷ്യാനെറ്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിലാണ് ആ ഒരു ഫംഗ്ഷൻ നടത്തിയത്. അതെൻ്റെ വലിയൊരു മഹാഭാഗ്യം. Janardhan says I know you're a good singer, please sing one song. I already sang one song sir, I will again sing after some time. I'm not a very great singer, I'm just an okay singer. Parvati ചോദിക്കുന്നത് hello sir, how are you? I'm very very fine, how are you? Stay safe. Mr. Janardhan is an actor from Mumbai. Okay, that's lovely Mr. Janardhan, I didn't know that. Thank you for the information. Satyatanaanu ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് Mr. Janardhan is an actor. Lovely to know that. All the very best sir. Purnima Soman, hi. Is it the same Purnima from Victoria? എനിക്ക് ഇതിൽ ഐ എം നോട്ട് ഏബിൾ ടു സീ യുവർ പ്രൊഫൈൽ പിക്സ്, സോ ഐ എം ജസ്റ്റ് ഗെസ്സിങ് ഇറ്റ് ഈസ് ദാറ്റ് വിക്ടോറിയയിൽ ഉണ്ടായിരുന്ന പൂർണിമയാണോ? ദേവി സേസ് ഹായ് ദേവി. ഒരുപാട് സന്തോഷം കേട്ടോ. എസ്പെഷ്യലി വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആക്ടേഴ്സിന് ഒരു വലിയ പ്രോബ്ലം എന്താ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഓഡിയൻസ് വേണം. അപ്പോൾ ഏറ്റവും വലിയൊരു ടെൻഷൻ എല്ലാ ആക്ടേഴ്സും, ഞാൻ മാത്രമല്ല നമ്മളെല്ലാ ആക്ടേഴ്സും ഫോണിലൂടെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നെറ്റ് വഴി ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനി എന്ന് തിരിച്ച് ഓഡിയൻസിന് മുമ്പിലേക്ക് എത്തുന്നതാണ്. അരുൺ ചോദിക്കുന്ന ചേട്ടാ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ടെക് ട്രിക്സ് ചാനൽ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുക. ടെക് ട്രിക്സിന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പറഞ്ഞിരിക്കുന്നു, മറക്കാതെ യൂട്യൂബിൽ പോയി ടെക് ട്രിക്സ് സെർച്ച് ചെയ്യൂ. പൂർണിമ സേസ് you are from GVC. Same Purnima. Hi Purnima, so lovely to see you here. Didn't expect you here, so lovely to see old friends here. Okay, Satyatan is saying it is the same Purnima on the one. Great. അതാണ് പൂർണിമ. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് സേ, ദാറ്റ് വെനെവർ ഐ എം ആസ്ക്ഡ് ഇൻ ഇന്റർവ്യൂ ഐ സേ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് വിക്ടോറിയൻ ഡേയ്സ് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ്. ഐ എം ഷുവർ യു വിൽ ഫീൽ ദ സെയിം. നമുക്ക് വാട്ട് എവർ എൽസ് ഇൻ ലൈഫ് യു ഹാവ് അച്ചീവ്ഡ് ഓർ വാട്ട് എവർ ദോസ് ഡേയ്സ് വിൽ നെവർ കം ബാക്ക്. കെയർ ഫ്രീ ഡേയ്സ്, ഹാപ്പി ഡേയ്സ്. അന്ന് ഡ്രീംസ് മാത്രമാണ്, അന്ന് അവർ ബിഗ് ഹോപ്സ്, അവർ ബിഗ് ഡ്രീംസ്, ആൻഡ് എവറി ഡേ വാസ് സച്ച് എ ജോയ്. അല്ലേ? സ്പീക്കിംഗ് ഫ്രം ദ ഹാർട്ട്, വെറുതെ ഡയലോഗ് അടിക്കാൻ വേണ്ടി പറഞ്ഞല്ല. AK Shan says hi Shan.
രാംദാസ് മൈനൂർ, ഞാനും ഒരു വിക്ടോറിയനാണ്, അനുഭവം ഷെയർ ചെയ്തതിൽ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, വിക്ടോറിയയെക്കുറിച്ച് ചോദിച്ചാൽ വാദോരാതെ സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഈ പ്രോഗ്രാം മൊത്തം വിക്ടോറിയയെക്കുറിച്ച് മാത്രം സംസാരിക്കും. അതാ സ്ഥിതി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ വിക്ടോറിയൻസ് ആരൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഹായ്. വിക്ടോറിയൻസ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പാലക്കാട്ടുകാരുണ്ട് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പോൾ തന്നെ ഖത്തർ, സൗദി, ബോംബെ, എല്ലാവിടെ നിന്നും ആൾക്കാർ ഹായ് പറയുന്നുണ്ട്. അരുൺ സേസ് ഹായ്. അരുൺ സേസ് താങ്ക് യു. ഓക്കെ, യു മോസ്റ്റ് വെൽക്കം അരുൺ, യു മോസ്റ്റ് വെൽക്കം. ഞാൻ സത്യമായിട്ടും ഇതിന് ഇങ്ങനെ ഒരു ലൈവ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി യെസ് എന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ലൈക്ക് ഐ സെഡ് ഏർലിയർ, വീട്ടിൽ നമ്മളിപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ നടന്ന് ഒരുപാട് എഴുതി അത് ഫിനിഷ് ചെയ്തു. എക്സസൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു ഇത് കഴിഞ്ഞാൽ നന്നായി തടിക്കുന്നു. ഞാൻ 4 കിലോ കുറച്ചു. ആൻഡ് എന്താ പറയുക, റീഡിങ്, സീയിങ് ലോട്ട് ഓഫ് മൂവീസ്, ഒരുപാട് മൂവീസ് കണ്ടു. പക്ഷേ ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നത് അതാണല്ലോ. സോഷ്യലൈസിങ് എന്ന് പറയുമ്പോൾ ഫാമിലി മാത്രമാണല്ലോ നമ്മുടെ ചുറ്റുമുള്ളത്. ഇറ്റ് ഈസ് സോ നൈസ് ടു സീ ഓൾ ഫ്രണ്ട്സ്. സോ പൂർണിമ സേ സോ ഹാപ്പി ടു സീ യു ആൻഡ് ലിസൺ ടു യു. സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു പൂർണിമ. ഞാൻ ഫേസ്ബുക്കിൽ ഐ കീപ് റണ്ണിങ് ഇൻ ടു യുവർ പോസ്റ്റ് ആൻഡ് ഐ സീ യു ലൈക്കിംഗ് മൈ പോസ്റ്റ് ആൻഡ് കമന്റിംഗ് ഓൺ ദാറ്റ്. ബട്ട് ഇറ്റ്സ് സോ നൈസ് ടു റൺ ഇൻ ടു യു ഓൺ എ ലൈവ് chat like this. Srikesh Menon, hi, and Varsha Jayaraman, hi. If you are from Palakkad, hi Varsha, great to hear that you are from Palakkad. Parvati, sir, we had met in Arkumpadam final in Malampura and taken a photo also. My name is Parvati. Lovely to meet you, Parvati. ഒരുപാട് സന്തോഷം വീണ്ടും കണ്ടത്. ഒരുപാട് വർഷമായി. സത്യേട്ടൻ തന്നെയാണല്ലോ എന്നെ ആ പ്രോഗ്രാമിന് വിളിച്ചത്. ആർക്കുംപാടാം എന്ന് പറയുന്ന ഫൈനൽസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഇവിടെ മലമ്പുഴയിൽ വെച്ചായിരുന്നു അല്ലേ, ട്രൈപ്പൻറ്റയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഫൈനൽസ് നടന്നത്. സന്തോഷം, പഴയ ഓർമ്മകൾ. അതല്ല ഇപ്പം എന്താ പറഞ്ഞാൽ, ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് എല്ലാവരും ഓർമ്മകളാണല്ലോ. പുതിയ കാര്യങ്ങൾ എന്നാ ചെയ്യുക, എപ്പോഴാണ് ചെയ്യാൻ നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആക്ടേഴ്സൊക്കെ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നാണ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങാൻ പെർമിഷൻ കിട്ടുമെന്ന് പറയുന്നത്. അതുവരെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള വഴിയുള്ളൂ. അതുവരെ പഴയ കാര്യങ്ങൾ അയവർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ഞങ്ങളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Janardhan Nair says, Rajeshri, you are interacting lovely. Thank you so much, sir. That's so nice of you. I am having a lovely time. So many lovely questions, so many nice people, so many nice comments. അതുകൊണ്ടല്ലേ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇൻട്രാക്ഷൻ ഇസ് ഓൾവേസ് എ 2-way talk, sir. ഒറ്റയ്ക്ക് ഇരുന്ന് മൊണോലോഗ് പറഞ്ഞാൽ ബോറല്ല. പക്ഷേ ഇതിൽ ഒറ്റ കുഴപ്പമുള്ളത് എനിക്ക് വായിക്കാനേ പറ്റുന്നുള്ളൂ. ഐ എം നോട്ട് ഏബിൾ ടു ഹിയർ യു സ്പീക്ക്. ഐ നോ, ഇപ്പോൾ ഞാൻ സൂം എന്ന് പറയുന്നതിൽ ഒരുപാട് പാനൽസിൽ പോയി അവിടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളോട് ആൻസേഴ്സ് തരാനും ഇത്രയും ആൾക്കാരോട് ഒന്ന് എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യാൻ, ഇപ്പോൾ ജനാർദ്ദൻ സാർ പറഞ്ഞതുപോലെ ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. ഏതൊരു ഹ്യൂമൻ ബീയിൻ്റെയും അത്യാവശ്യമാണല്ലോ. വി ആർ ഓൾ സോഷ്യൽ ബീയിങ്സ്. നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു അത്യാവശ്യമാണ്. അത് ഏറ്റവും കുറവ് ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ അടച്ചിട്ട പോലെയാണ്. സിൻസിയറായിട്ട് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാം നമുക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ. സോ ദിസ് ഇസ് ലവ്ലി ടു ഇൻട്രാക്ട് വിത്ത് യു. പാർവതി, ഷി സേസ് താങ്ക് യു സർ ഫോർ റിമെമ്പറിങ്. ദാറ്റ് വാസ് എ ലവ്ലി ഡേ പാർവതി. അതുകൊണ്ട് നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിൽ ആ ഓർമ്മകൾ എന്നും ഉണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ് ടു യു. whatever you're doing now, എല്ലാവരും, and let me tell you, keep safe. These days will change. ഈ ദിവസങ്ങൾ നമുക്ക് എല്ലാം അറിയാലോ. any bad thing that happens, any problem that happens, it's going to go away someday, or we learn to live with it, we learn to fight it, and we will overcome. ഇത് ഞാൻ വെറുതെ ഭംഗി വാക്കിന് വേണ്ടി പറയല്ല. we all faced it. കഴിഞ്ഞ 2 ഫ്ലഡിൻ്റെ ടൈമിലും we thought it was the worst thing that can happen to Kerala, and now the whole world is facing it. we are all facing the same issue now. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ പറയും, ഇപ്പോഴാണ് മനസ്സിലായത് മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. ഒരു ചെറിയ അണു വന്നപ്പോൾ എന്താ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെങ്കിലും ടെക്നോളജി എത്ര ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒരു കാര്യമില്ല. ഇന്ന് ശരിക്കും മനസ്സിലായി മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ കാര്യമാണ്. എല്ലാവരും ഈഗോ ഒന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. Swaralaya Orchestra says 7:30 p.m. famous Amrita TB Vijay super singer and playback singer Parvati Jayadevan will be on live. So don't forget that. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് പാട്ട് എന്നോടാണ് ചോദിക്കുന്നത്. പാർവതി വരുന്നുണ്ട്, ടോക്ക് ടു പാർവതി, ഗെറ്റ് ഹർ ടു സിംഗ്. സിംഗേഴ്സാണ് പാടേണ്ടത്, ആക്ടേഴ്സ് ഇടയ്ക്ക് പാടിയാൽ മതി. അതാണ് അതിൻ്റെ ഭംഗി. അരുൺ, ചേട്ടൻ്റെ ഒരു സിനിമയിലെ ഒരു പഞ്ച് ഡയലോഗ് പറയാമോ? ഓർത്തെടുക്കാൻ നോക്കട്ടെ അരുൺ, ഞാൻ നോക്കട്ടെ. കണ്ണൻ MR ചെമ്പൈ കോളേജ് പറ്റി പറയാവോ? ആ പേരിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. കണ്ണൻ
ചെമ്പൈ മ്യൂസിക് കോളേജ് എന്ന് പറയുമ്പോൾ പാലക്കാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചെമ്പൈ എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ പറയുക ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഒഴുകി വരുന്നതാണ്. ചെമ്പൈ കോളേജിൽ ഒരുപാട് ഫംഗ്ഷൻസിന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ആ കോളേജിൻ്റെ അന്തരീക്ഷം അനുഭവിക്കാനും കുറേ ചാൻസസ് കിട്ടിയ ഒരു വലിയ ഭാഗ്യവാനാണ് ഞാൻ. എൻ്റെ കോളേജ് ഡേയ്സിൽ മാത്രമല്ല, ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ഡാൻസ് മ്യൂസിക് ടീച്ചേഴ്സിൻ്റെയും അവരുടെ കൂട്ടായ്മകളിലും അവിടെ പോയി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വൺ ഓഫ് ദ എന്താ പറയുക ഫൈനസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മ്യൂസിക്കാണ്. ഞാൻ കുറച്ച് കാലം വയലിൻ പഠിക്കാൻ ശ്രമിച്ചിരുന്നു, പഠിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്വാമിനാഥൻ സാറിൻ്റെ അടുത്ത് അദ്ദേഹം അവിടുത്തെ, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ഹി വാസ് എ പ്രൊഫസർ ദർ. അദ്ദേഹത്തെ ഞാൻ പിന്നീട് ഒരുപാട് കാണുകയുണ്ടായി. ഭവദാസ് കൊലങ്കോട് സേസ് ഹായ് 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 ഭവദാസ്. ഏതായാലും ചെമ്പൈ കോളേജിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആരുമല്ല, എല്ലാവർക്കും അറിയാം. ചെമ്പൈ ഭാഗവതറിനെ കുറിച്ച് അറിയാത്തൊരു മലയാളി ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പാലക്കാടിൽ കിട്ടിയത് നമ്മൾ പാലക്കാടുകാരുടെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുത്തെ സിംഗേഴ്സിനും പാടാൻ എന്താ പറയുക ആഗ്രഹിക്കുന്നവർക്കും കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. You want to hear a Hindi song? I sang a Hindi song. Leena also saying one more Hindi song. No? Okay. Suja says hi, hi, hi. ഏത് ഹിന്ദി സോങ് ആണ് പാടുക? നോക്കട്ടെ. കരയൊക്കെ ഇല്ല, പക്ഷെ ഞാൻ ഏറ്റവും അധികം സ്റ്റേജസിൽ എബ്രോഡൊക്കെ പോകുമ്പോൾ നമ്മൾ ആക്ടേഴ്സിനെ കൊണ്ട് പാടിപ്പിക്കുമല്ലോ എബ്രോഡ് സ്റ്റേജ് ഷോസിന് പോകുമ്പോൾ. അങ്ങനെ ഞാൻ പാടാറുള്ള പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ എന്ന് പറയുന്നത് കിഷോർ കുമാറാണ്. അദ്ദേഹത്തിൻ്റെ പല സോങ്സാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത്രയും ആൾക്കാർ വീണ്ടും ഒന്ന് പാടണമെന്ന് പറഞ്ഞതുകൊണ്ട് ലെറ്റ് മി സീ. വീണ്ടും പറയുന്നു, തെറ്റുകുട്ടികളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സത്യേട്ടനൊക്കെ അവിടെ ഇരുന്ന് മ്യൂസിക്കിനെ പറ്റി എല്ലാം അറിയുന്ന ഒരു ജീനിയസ് സിറ്റിംഗ് തരാം. നിങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ സിംഗേഴ്സ് ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ ലെറ്റ് സീ, ലെറ്റ് മീ ട്രൈ. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. ഓക്കെ, വൺ മോർ ഹിന്ദി സോങ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് അറിയാവുന്ന രീതിയിൽ പാടി. വർഷ ഈസ് ആസ്കിങ് വാട്ട് വാസ് യുവർ ഫേവറേറ്റ് സോങ് ഡ്യൂറിങ് യുവർ കോളേജ് ഡേയ്സ്. കോളേജിൽ ഞാൻ ഏറ്റവും അധികം പാടിയിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ ആണ്. അന്ന് കോളേജിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്ന ഒരു പാട്ട് വാസ് ലബാംബ. ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്പാനിഷ് സോങ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരുപാട് സ്റ്റേജസിൽ പാടി. പിന്നെ റോക്ക് ആയിരുന്നു എല്ലാവർക്കും. സ്കോർപ്പിയൻസ് എന്ന് പറയുന്ന ബാൻഡിൻ്റെ റോക്ക് യു ലൈക്ക് എ ഹറിക്കെയിൻ, അതൊക്കെയായിരുന്നു അന്ന് കോളേജ് കാലങ്ങളിൽ ഞാൻ പാടാറുണ്ടായിരുന്ന പാട്ടുകൾ. കണ്ണൻ പറയുന്നു ചെമ്പൈനെ പറഞ്ഞതിന് താങ്ക്സ്. നോ, താങ്ക് യു സോ മച്ച്. മനോജ് കുമാർ ടി ടി ഐ രാജ ടി ടി. Okay, my colleague from 7th standard. We have a 7th standard group also. He is a captain in the ship. He writes a wonderful blog also. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മനോജ് ടി ടി എന്നുള്ള പേര് കാണുകയാണെങ്കിൽ he's working in the Navy. He's traveled all over the world. ആൻഡ് എന്താ പറയുക, ഹി റൈറ്റ്സ് എ വണ്ടർഫുൾ ബ്ലോഗ്. ഞങ്ങൾ ഒരുപാട് വർഷത്തിന് ശേഷം നമ്മുടെ ഒരു സെൻറ് തോമസ് 7th സ്റ്റാൻഡേർഡ് ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും എന്താ പറയുക ഫ്രണ്ട്സ് ആവാനും നമുക്ക് വീണ്ടും ഇൻട്രാക്ട് ചെയ്യാനും പറ്റി. ഇന്ന് നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ മനോജ് പോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ്, എനിക്ക് പഴയ ഫ്രണ്ട്സ് അതിലൂടെ തിരിച്ചു കിട്ടി. അപ്പോൾ മനോജിന് ഒരു ബിഗ് ഹൈ ടു യുവർ ഫാമിലി ഓൾസോ. മനോജ്, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, യു ക്രോസ് ദ ബോർഡർ ആൻഡ് റീച്ച്ഡ് പാൽഘാട്ട് റീസെൻ്റ്ലി. സോ സ്റ്റേ സേഫ്, സ്റ്റേ happy, and regards to your family also. Manoj, we are in touch through our St. Thomas group every day, but still nice to say hello to you on this platform. കൃഷ്ണൻ ചോയ്ക്ക് ലക്ഷ്മി നാരായൺ ഇസ് ആസ്കിങ് വെസ്റ്റേൺ ഒരു ബാൻഡ്. യെസ്, പ്രിമിറ്റീവ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിയർലി 10 to 12 years ഞങ്ങൾ പ്രൊഫഷണലായിട്ട് പാടിയിരുന്നു. സൗത്ത് ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്തിരുന്നു. ചെന്നൈ, ബാംഗ്ലൂർ, ഉടുപ്പി എല്ലാവരുടെയും പെർഫോം ചെയ്തിരുന്നു. ഓൾ ഓവർ കേരള പെർഫോം ചെയ്തിരുന്നു. പിന്നെ ഓർമ്മിക്കാനുള്ളൊരു കാര്യം, റെമോ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞാൽ അന്ന് ഫേമസ് ആയിരുന്ന പോപ്പ് സിംഗറുടെ കൂടെ നമ്മൾ സെയിം സ്റ്റേജിൽ റെമോ ഡിഡ് ദ ഫസ്റ്റ് 1 hour and we did the next 1.5 hours in Trivandrum. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം കിട്ടി. Then some of the biggest shows in Trivandrum ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ട്രിപ്പ് എന്ന് പറയുന്ന കോവളം ബീച്ചിലുള്ള ഒരു ബാൻഡിൽ ഞങ്ങൾ എല്ലാ വർഷവും ഇവർ ഇൻവൈറ്റഡ്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക്. പ്രിമിറ്റീവ് നൈറ്റ്സ് എന്ന് പറയുന്ന ബാൻഡായിരുന്നു. അത് വിക്ടോറിയ കോളേജ് വെസ്റ്റേൺ ബാൻഡായിട്ട് തുടങ്ങി, പിന്നീട് അത് പ്രൊഫഷണലായി. പിന്നെ കുറേ കൊല്ലം
പാടിയാണ്. ഉഷ വാര്യർ ഇസ് ആസ്കിങ് വൺ തമിഴ് സോങ് പ്ലീസ്. ലെറ്റ് മീ സീ. എന്താ പറഞ്ഞാൽ ഐ എം നോട്ട് വെരി ഗുഡ് വിത്ത് തമിഴ് ഓർ മലയാളം ഒക്കെ. വേറെ ഒന്നും കൊണ്ടല്ല, മലയാളം അറിയില്ല, ഇംഗ്ലീഷ് സ്പീക്കു എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ എന്താ പറയുക, ചില ലാംഗ്വേജ് നമുക്ക് വഴങ്ങുമല്ലോ. യു നോ ദാറ്റ്. ഞാൻ മലയാളം വെള്ളം പോലെ സംസാരിക്കുമെങ്കിലും എൻ്റെ മദർ ടങ് ഇസ് തുളു. അപ്പോൾ എനിക്ക് അത് മാത്രമല്ല, മലയാളം സോങ് മെലഡി എന്നൊക്കെ പറയുമ്പോൾ നല്ല സംഗതികളും നല്ല മനോഹരമായിട്ട് പാടേണ്ട പാട്ടുകളാണ്. ഞാനായിട്ട് അതിന് എന്താ പറയുക, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആൻഡ് ബ്യൂട്ടിഫുൾ മെലഡീസ് ഉള്ള ഒരു ലാംഗ്വേജാണ് മലയാളം. എനിക്കത് വഴങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ലിമിറ്റേഷൻസ് ഒരുപാടുള്ളൊരു സിംഗറാണ്. ജോർജ് MD തട്ടേക്കാട് സേസ് ഹൈ. വാട്ട് ഈസ് ഹൈ സർ? എന്താണ് ഹൈ? ഇഫ് യു ടെൽ മീ വാട്ട് ഈസ് ഹൈ, ഐ വിൽ സേ വാട്ട് ഈസ് ഹൈ. Krishnan Lakshmi Narayan, yes. Swaralaya Orchestra, Remo from Goa, yes, exactly, Remo Fernandez from Goa. നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയം ട്രിവാൻഡ്രത്ത് in the 90s, nearly 30 years back, 25 years മേലെ back, we performed with him, and it was a wonderful occasion. We had a packed audience, and 1 hour Remo performed, we performed for 1 hour. Usha is a music teacher. Okay, നമസ്കാരം ഉഷ ടീച്ചർ. മ്യൂസിക് ടീച്ചേഴ്സും പ്രൊഫഷണൽ സിംഗേഴ്സും ഉള്ളവിടെയൊക്കെ വന്ന് എന്നോട് ഇരുന്നിട്ട് മലയാളം തമിഴൊക്കെ പാടാൻ പറഞ്ഞാൽ, അതും റോജയിലെ പാട്ടൊക്കെ പറഞ്ഞാൽ ഞാനത് ഈ ലൈവിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരും. എനിവേ, lovely listening to all of you. എന്താ പറയുക, ഐ തിങ്ക് യു ആർ സോ യൂസ് ടു ഹാവിങ് ലവ്ലി സിംഗേഴ്സ് ഹിയർ ദാറ്റ് വെൻ എവർ എനിബഡി കംസ് നിങ്ങൾ പാട്ടാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ 1-2 പാട്ടൊക്കെ പാടി, ഇനിയും പോകുന്നതിന് മുമ്പ് 1-2 ഒക്കെ പാടാൻ ട്രൈ ചെയ്യാം. പക്ഷെ എന്നോട് ഇരുന്നിട്ട് ഇങ്ങനെ ഏതാണ് ഇന്ന നമ്പർ വേണം അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജിൽ വേണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരിമിതികളുള്ളൊരു സിംഗറാണ്. പിന്നെ നേരത്തെ എൻ്റെ ഒരു സിനിമയിലെ പഞ്ച് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ചില കാര്യം പറയാം ഡയലോഗിനെ പറ്റി പറയുമ്പോൾ. നോട്ട് എ പഞ്ച് ഡയലോഗ്. ഞാൻ കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സിനിമയുടെ ഹീറോ ആണ്. ഉണ്ണായി വാര്യരായിട്ട് എനിക്ക് അഭിനയിക്കാനുള്ള മഹാഭാഗ്യം കിട്ടി. പ്രിയമാനസം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ പാലക്കാട്ടുകാരൻ തന്നെയായ വിനോദ് മങ്കര ഡയറക്റ്റ് ചെയ്ത പ്രിയമാനസിൽ 2015 സ്പെഷ്യൽ കാറ്റഗറിയിൽ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. അതിലെ ഡയലോഗുകളാണ് എനിക്ക് പഞ്ചായിട്ട് തോന്നിയത്. ബിക്കോസ് എനിക്ക് സംസ്കൃതത്തിൽ ഞാൻ സംസാരിക്കേണ്ടി വന്നു, ഞാൻ സ്വന്തമായിട്ട് ഡബ് ചെയ്തു. അതുകൊണ്ട് അത് എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്. സതീഷ് അനിക്കത് സേസ് യു ക്യാൻ ബി എ മീഡിയ എക്സ്പേർട്ട്. ഐ വർക്ക് ഇൻ ദ മീഡിയ മിസ്റ്റർ സതീഷ്. സോ you tend to know more about media, you tend to study more about it. So എന്താ പറയുക, that is my life. Media is my life, creative work is my life. That's my only profession. See, ഞാൻ ആക്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഹോബി ഫോർ മീ, ഇറ്റ്സ് മൈ പാഷൻ, ഇറ്റ്സ് മൈ പ്രൊഫഷൻ. ദാറ്റ് ഈസ് ഓൾ ഐ ഡു. ലാസ്റ്റ് 18-19 വർഷമായിട്ട് ഞാൻ അത് മാത്രം വെച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഉഷ വാര്യർ സേസ് യു ക്യാൻ ട്രൈ തമിഴ് ആൻഡ് മലയാളം. ഓ ടീച്ചർ, എന്നെ എങ്ങനെയെങ്കിലും നോക്കട്ടെ ടീച്ചർ, ഞാൻ ട്രൈ ചെയ്യാം. ടീച്ചർ പറഞ്ഞുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും തമിഴ് അല്ലെങ്കിൽ മലയാളം ഒരു 4 വരിയെങ്കിലും പാടിയിരിക്കും പോകുന്നതിന് മുമ്പ്. ലെറ്റ് മീ സീ. വീണ്ടും പറയുന്നു, മലയാളം പ്രായതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. മനക്കെലത്തത്തെ മറക്കുടത്തത്തെ ഹേ നല്ലേ മംഗളതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിന് ഗന്ധർവം കാറ്റിൽ പോകണം പോൽ മനക്കെലത്തത്തെ മറക്കുടത്തത്തെ ഹേ നല്ലേ മംഗളതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിന് ഗന്ധർവം കാറ്റിൽ പോകണം പോൽ. ഓക്കെ ഉഷ ടീച്ചർ. രാംദാസ് മഠത്തിൽ നമസ്കാരം പറയണു. നമസ്കാരമുണ്ട്. സുധീർ സേസ് ഹായ് അങ്കിൾ, ഐ എം അഭിരാമി ഫ്രം എറണാകുളം. ഹായ് അഭിരാമി, ഹൗ ആർ യു? A big hi to you. Stay safe മോളെ. Hope everything turns for the better immediately. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? Are you studying? What are you doing? വെങ്കിടേഷ് മുണ്ടൂർ. ഹായ് വെങ്കിടേഷ്, ഹൗ ആർ യു? നമസ്കാരമുണ്ട്. മനക്കലത്തെത്തിയ പഴയ പാട്ടുകളെ അറിയുള്ളൂ സത്യേട്ടാ. ഉഷ മാഡം വന്ന് എന്നോട് പറഞ്ഞ് എന്നെ കൊണ്ട് മലയാളം പാടിപ്പിച്ചു. Sudhir says nice singing. Thank you Sudhir, thank you, so nice of you.
Parmeshwar is saying, then sing one Western song. Definitely, I'll do that. Western is something which I will sing before I leave the show. I've got about another 20 minutes, I think. Satyetan, we talked, and 7:30, wonderful singer is coming. So I won't keep you for very long. Usha Warrior says, thank you, well sung. Thank you, madam, from a music teacher. എന്നോട് വെൽ സങ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. എന്നെ സമാധാനപ്പെടുത്താൻ പറയുകയാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഐ ആക്സെപ്റ്റ് ദ കോംപ്ലിമെന്റ്. Abhiram is another singer. Satyatam പറയുന്നു Abhiram is another singer, the mole from Ernakulam. That's wonderful, Abhirami. Look forward to hearing you sing. A big hi to you. എന്താ പറയുക, all the best. Live your dreams. Keep singing all your life. Sajid Jairad, hi Sajid. അങ്ങനെ 2 ഹിന്ദി പാട്ടും ഒരു മലയാളം പാട്ടും എന്നെ ഉഷ ടീച്ചർ പാടിപ്പിച്ചു. Okay, it's Abhirami. You're studying. I'm studying in 10th, uncle. That's lovely, Abhirami. All the very best for your 10th. ഇനിയാണ് ജീവിതത്തിൻ്റെ വലിയ സ്റ്റെപ്സ് എടുക്കാൻ പോകുന്നത്. പക്ഷേ കരിയറും പ്രൊഫഷനും സ്റ്റഡീസൊക്കെ പാഷനോടെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ മ്യൂസിക്കും പാഷനോടെ ഫോളോ ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്, ഓൾ യുവർ ലൈഫ്. എന്താ പറയുക, അവസാന ശ്വാസം വരെ ലവ് യുവർ മ്യൂസിക്, കീപ് സിംഗിങ്. ഇത് വെറുതെ ഭംഗിവാക്കിന് വേണ്ടി പറയല്ല മോളെ. എ പേഴ്സൺ ഹു ഹാസ് ഡെഡിക്കേറ്റഡ് ഹിസ് എൻറ്റയർ ലൈഫ് ടു ആക്ടിങ്. ഫോർ മീ ആക്ടിങ് എങ്ങനെയാണോ, ഐ നോ സിംഗിങ് ഇസ് ലൈക്ക് ദാറ്റ് ഫോർ യു മോളെ. മനോജ് കുമാർ, താങ്ക് യു. യു ഷുഡ് ഗെറ്റ് ട്രെയിൻഡ് ഇൻ ക്ലാസിക്കൽ മ്യൂസിക്. Thank you so much. Maybe I'll try it someday, but Manoj, I keep traveling around all the time, and when work happens, and I hope it work starts soon. If it starts, I'm hardly in Palakkad. I'm not in one place at all. I don't have normal working time, so I can never plan for normal courses or something like that. When I work, I'm away for 20 days, 30 days, 50 days, 60 days. അങ്ങനെയൊക്കെയാണ്. How locked is your lockdown period? Pretty locked. Mr. Srikumar Menon is asking. Abhirami says, thank you. Most welcome, Mole. It was locked because we followed all the rules. My father's a doctor and mother's a teacher, so my children are here. എന്തൊക്കെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ 100% വി ഫോളോഡ്. ഈവൻ ഞാൻ ഗ്രോസറി പുറത്ത് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ലെറ്റർ എഴുതി അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പുറത്ത് പോയത്. സോ വി വർ പ്രിറ്റി ലോക്ഡ്. വി റിയലി സ്റ്റേഡ് ഇൻഡോർസ്. Still, are you in Malayalam serial? Yes, very much. I do both serials and films. പക്ഷേ ഇപ്പോൾ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ലല്ലോ. കഴിഞ്ഞ മിഡ് മാർച്ചിൽ സ്റ്റോപ്പ് ചെയ്തതാണ്. അതിനുശേഷം I have not, the whole industry has not worked. So I look forward to going back to serials, look forward to going back to films, look forward to doing lot of quality work. ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും I know you're all waiting to start your normal lives again. We are all hoping and praying that things will come back to normalcy very, very soon. Let's hope for the best. വിളിക്കുന്നത് കേട്ടാൽ നല്ല പരിചയം പോലെ എല്ലാവർക്കും ഈ കഴിവുണ്ടാവില്ല. താങ്ക് യു ചേട്ടാ. ഇങ്ങനെയാണല്ലോ പരിചയപ്പെടുക സജിത്ത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും ഓരോ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് പിന്നീട് എല്ലാ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്സും ആദ്യത്തെ ഒരു പരിചയപ്പെടലുണ്ടല്ലോ. സോ ഈ പരിചയപ്പെടൽ ഇവിടെ നിന്ന് ആയിക്കോട്ടെ. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരും ഞാൻ ആദ്യം എന്നോ ഒരു ദിവസം അവരൊരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. സോ ദർ ഇസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം. സോ ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു മീറ്റ് പീപ്പിൾ. ഐ ലവ് മീറ്റിംഗ് പീപ്പിൾ. Praveen says hi. Thanks to Soralaya for bringing Rajesh ji here. Mr. Janardhanan is saying, Janardhan Nair sir, it's my privilege to be here. ഇങ്ങനെ വീട്ടിലിരുന്നിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മളും ഒന്ന് പോസിറ്റീവ് ആവുക. നമ്മുടെ ഉള്ളിലൊരു വി ഗെറ്റ് എ പോസിറ്റീവ് വൈബ്. ഇല്ലെങ്കിൽ സി ഹൗ എവർ മച്ച് യു ട്രൈ ടു കീപ് യുവർ സെൽഫ് ഓക്യുപ്പൈഡ്. നമ്മൾ ഓക്യുപ്പൈഡ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ നോക്കിയാലും എഴുതിയാലും വായിച്ചാലും സിനിമ കണ്ടുകൊണ്ടിരുന്നാലും നമ്മുടെ മനസ്സിൽ വി നീഡ് ടു ടോക്ക് ടു പീപ്പിൾ. അപ്പം നമ്മൾ ഇങ്ങനെയെങ്കിലും ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്ത് സോഷ്യലൈസിങ് വരുമ്പോഴാണ് makes me also very positive. Thank you so much. I from the bottom of my heart, I thank Satyetan, Jain sir and the whole of Soralaya team for having me for some time and talking, being here and നിങ്ങളടുത്ത് സംസാരിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം.
Thank you, Rajeshri, for talking to us. Thank you, Mr. Janardhan, for asking so many nice questions and being here. Usha madam is saying Sajid is a very good singer. Oh, very, very nice, Sajid. All the very best. I'm sure Sorlai Orchestra Band എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഓരോ പാട്ട് പാടുമ്പോഴും ഞാൻ മനസ്സിൽ ഡിപ് 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 എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഏറ്റവും നല്ല സിംഗേഴ്സ് ഉള്ള ഈ ഗ്രൂപ്പിൽ വന്നിട്ട് എന്നെപ്പോലെ ഒരു ആവറേജ് ആയിട്ടുള്ള എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ട് സിംഗറാണ് പാടാൻ നോക്കുന്നത്. Manoj says, nice to see you, like all the best. Thank you so much, Manoj. We'll meet every day. I know at least on WhatsApp we'll be seeing each other every day. So lovely to see you here too. I know, like you've been working right till the lockdown period. Very shipil enne aayirunno last minute le irangiyadu. പഴയ റോക്കിംഗ് പെർഫോമേഴ്സ് ചാന്ദ് പറഞ്ഞിട്ടുണ്ട്. ചാന്ദ് വാസ് മൈ സീനിയർ. അദ്ദേഹം എൻ്റെ ബാൻഡിലായിരുന്നില്ല, വേറെ ബാൻഡായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ പരിചയക്കാരായിരുന്നു. വിക്ടോറിയയിൽ ഒരേ സമയത്തുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ചാന്ദ് ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ദുബായിൽ പെർഫോം ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചാന്ദിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാന്ദ് എൻ്റെ ഇഫ് ഐ റിമെമ്പർ 2 or 3 years വിക്ടോറിയയിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ചാന്ദ് ഡിഗ്രി മറ്റായിരിക്കും പഠിക്കുന്നുണ്ടായിരുന്നത്. അത് മാത്രമല്ല വേറൊരു കാര്യം, ചാന്ദ് മുഹമ്മദ് എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അവരും ചന്ദ്രനാഗറിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിൽ തന്നെ താമസിച്ച ആൾക്കാരായിരുന്നു. അങ്ങനെ വിക്ടോറിയൻ കുറേ ഓർമ്മകളുണ്ട്. ചാന്ദിന് സ്വന്തമായിട്ട് വേറൊരു ബാൻഡ് ഉണ്ടായിരുന്നു. മത്സൽ പാട്ടുകാരനാണ് ചാന്ത്. Ever since I can remember you, you've been such a gem of a person. My God, Purnima, so nice of you to write such things. The Victorians are so proud of you. Hope you reach even greater heights. Thank you so much, Purnima. These things mean a lot from my heart. Thank you so much. In the bottom of my heart, thank you so much. Thank you. आपसे बातचीत करके बहुत अच्छा लगा सर जी. लीना जी, मुझको भी बहुत अच्छा लगा. और हिंदी गाने എന്താ പറയുക, ഇനി ഹിന്ദി പറഞ്ഞാൽ ചിലപ്പോൾ മേനെ കഹാ കി കും ഹൈ ഹും പറയേണ്ടി വരും. പക്ഷേ സോ നൈസ് ബീങ് ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് യു. अच्छी बात कहने के लिए बहुत बहुत शुक्रिया. Bindu says hi Bindu. Geeta Nair says hi. I'm not able to see your Geeta madam. No, is it Professor Geeta Nair? I'm not able to see your profile pic, ma'am. So if it is you, ma'am, a big hello to you, ma'am. If it is Geeta Nair, ma'am, because I'm so worried I can't see the profile pic. So എന്നെ പഠിപ്പിച്ച പ്രൊഫസേഴ്സും എൻ്റെ ഓൾഡ് ഫ്രണ്ട്സ് ഫ്രം വിക്ടോറിയ ഒക്കെ വരുമ്പോൾ ഞാൻ എന്താ പറയുക, അവരുടെ പേര് വിളിച്ച് അറിയാതെ വിളിച്ചു പോകുമോ എന്നുള്ള വലിയ ടെൻഷനിലാണ് ഞാൻ. ബിക്കോസ് പാലക്കാട്ടുകാരനായതുകൊണ്ട് ഐ ഹാവ് സോ മെനി എന്താ പറയുക acquaintances in Palakkad, friends in Palakkad, people I know over in Palakkad. This is Kiran Nair. I'm Dinesh Panikar's younger sister. Oh, you mean actor Dinesh Panikar, sir? He is such a good friend of mine. We all look up to him. He is a very senior person in Atma also. He leads all of us. ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഹെഡാണ്. He has been leading us from the front and I've been എന്താ പറയുക lucky enough to work with Dinesh Panikar sir so many times. And ഇത് കാണുന്നവർക്ക് she's talking about the Mr. Dinesh Panikar who's a great actor and also the producer of Kiridam film. Janardhan Nair says your villain characters are always well accepted. Yes sir, that's a luck. I've been very lucky that way. Satya is saying the Geeta is from Mumbai. Okay, Ushavari Satyatan is our leader. Nearly 50 singers are there in our group. That's wonderful. I know Satyatan really gets people together. He has got such a good eye for talent. നല്ല ടാലന്റിനെ കണ്ടുപിടിക്കാൻ സത്യേട്ടനെ പോലെ വേറൊരു ആൾ പാലക്കാട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. I have known him for so many years. There are so many programs where I have been privileged enough to sing a few songs when Satyatan was playing his wonderful system. He brings a heavy system everywhere. Sudhi uncle, a western song please. Definitely Sudhi, I will sing a western song. I've got about 20 minutes to go. Before that I will sing you a western song. Satyatan says her daughter is a singer. Okay, a big hello to her daughter also. Sajid says nalla active aayittulla celebrity. Thank you Sajid, I take that as a compliment. Thank you so much. Rajchandran TK, Rajchandra, you are our Basri Rajchandran ആണോ ഇത്? അങ്ങനെയൊക്കെ ആണെങ്കിൽ ഹലോ എന്ന് പറയണേ, എനിക്ക് മനസ്സിലാവുന്നില്ല ബിക്കോസ് ഐ കാൺട്ട് സീ യുവർ പ്രൊഫൈൽസ്. ഹായ് രാജ്ചന്ദ്രൻ. സജിത് ജയരാജ്, wish to meet you personally. You can do that anytime if you're in Palakkad. Why not? Let's meet. Sir, one more thing. This is Mahima, your classmate Anita Ormindo. That's my cherryamma. You mean Anita, who was part of a gang, which we are very much in touch through Facebook, and she knows my wife's name is also Anita. They are also in touch. Anita's 2 beautiful daughters also. Of course, we ran into each other many times. If we are talking about the same Anita.
സത്യേട്ടൻ ഈസ് എ വെരി ഗുഡ് ഫോട്ടോഗ്രാഫർ ഓൾസോ. ശ്രീകേഷ് മേനോൻ എന്നോടാണോ പറയണം മിസ്റ്റർ ശ്രീകേഷ് മേനോൻ? സത്യേട്ടനെ കുറിച്ച് എല്ലാം അറിയാം. സത്യേട്ടൻ ഈസ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ. എന്നെ ഒരു പ്രോഗ്രാമിനെ വിളിച്ചിട്ട് സത്യേട്ടൻ ഹാസ് ഗിവൻ മീ വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്സ് ഐ എവർ ഗോട്ട്. ദാറ്റ് ഈസ് ദാറ്റ് ഒരു കരയോക്കെ മൈക്ക് സത്യേട്ടൻ തന്നെ ഡീൽ ചെയ്യുന്ന ഒരു സംഭവം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഒരാളാണ്. ഞാൻ ഇന്നും പ്രാക്ടീസ് ചെയ്യാൻ, എൻ്റെ സപ്നോക്കി റാണിയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സത്യേട്ടൻ്റെ ആ മൈക്കാണ് ഞാൻ ഉപയോഗിക്കാറ്. അദ്ദേഹം ഒരു നല്ല ഗംഭീര ഫോട്ടോഗ്രാഫറാണെന്ന് എനിക്കറിയാം. മഹിമ സേസ് ഇറ്റ്സ് സെയിം അനിത എന്ന്. ഓഫ് കോഴ്സ് മഹിമ, വി ആർ സച്ച് ഗ്രേറ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ കോളേജിൽ സെയിം ഗ്യാങ് ആയിരുന്നു. ഞാൻ, അനിത, മഞ്ജു ആൻഡ് ദെൻ ദിനേഷ്, ഉണ്ണി, ചോദിച്ചാൽ അറിയാം. ഞങ്ങളൊരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നു അന്ന്. വി ഹാഡ് സച്ച് ഗ്രേറ്റ് ടൈംസ് ഇൻ വിക്ടോറിയ. ഞങ്ങൾ ഡ്രാമ ഞാനും അനിതയൊക്കെ കൂടെ മലയാളം ഡ്രാമയിൽ ചെയ്താണ്. നേരത്തെ ആരോ ഒരു പഞ്ച് ഡയലോഗ് ചോദിച്ചു. വിക്ടോറിയ കോളേജിൽ അഭിനയിച്ച ഡയലോഗിൻ്റെ മലയാളം എന്താ പറയുക, ഡ്രാമയിലെ ഡയലോഗ് പോലും ഇപ്പം മറന്നിട്ടില്ല. പ്രജിത വിനോദ് ഒരു ഹായ് പറയാമോ? പിന്നെന്താ പ്രജിത വിനോദ്, ഞാൻ അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഹായ് പ്രജിത. മഹിമ സേസ് അനിതയല്ലേ? രാജചന്ദ്രൻ, യു ആർ എ ക്രിക്കറ്റ്. ഓക്കെ ഫൈൻ. ശരി. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് മറ്റേ രാജചന്ദ്രനാണെന്ന് പറഞ്ഞിട്ടാണ്. ഹായ്. ഏതായാലും വിക്ടോറിയ കോളേജിലെ ഡ്രാമയെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ ഡ്രാമയിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ഒരു രസത്തിന് വേണ്ടി പറയാം. നേരത്തെ ആരോ പഞ്ച് ഡയലോഗ് പറഞ്ഞു. സിനിമയിലെ പഞ്ച് ഡയലോഗ് പറയാൻ ഓർക്കാൻ ഈസിയാണ്. അത് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾ ചെയ്തതല്ലേ. സത്യ കൃഷ്ണ മ്യൂസിക് ഫ്രം ചെമ്പൈ. ഓക്കെ. വിഷ്ണു ഫ്രം പുത്തൂർ. ഹായ്. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. മലയാളം ഡ്രാമയിലെ ആ ഒരു ഡയലോഗ് ഓർത്തെടുക്കാൻ നോക്കട്ടെ. പ്രതിഭാസമായി നടക്കാവുന്ന അവശ്യകർമ്മങ്ങളെ പോലും തികച്ചും ആകസ്മികമെന്ന വ്യായേന പാരവയ്ക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഈ ഡയലോഗ് ഇത്രയും ഓർക്കുന്നത് എന്താ പറയുക, എൻ്റെ മലയാളമൊക്കെ എനിക്ക് ഇത്തിരി എന്താ പറയുക, വീട്ടിൽ മലയാളമല്ല സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ സാഹിത്യ മലയാളമൊക്കെ പറയുമ്പോൾ പഠിക്കാൻ വേണ്ടി ഇരുന്ന് കാണാപ്പാടം പഠിച്ചതുകൊണ്ട് ഇപ്പോൾ 10-30 വർഷത്തിന് ശേഷവും അന്ന് ചെയ്ത മലയാളം ഡ്രാമയിലെ ആ ഡയലോഗാണ് മനസ്സിൽ ഇന്നും നിൽക്കുന്നത്. രാം ഗോപാൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ നല്ല ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ബഹ്റൈനിലാണ്, ഈസ് ഡൂയിങ് വെരി വെൽ ഇൻ ബഹ്റൈൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രാമയിൽ ഞാൻ പറഞ്ഞ ഡയലോഗാണിത്. Sajid Jairaj, I own a ladies boutique near Mercy College. That's so nice, Sajid. All the very best to you. പ്രജിത, എൻ്റെ മകൾക്ക് ഒരു ഹായ് കൊടുക്കാമോ? ദേവൂട്ടി നന്ദൂട്ടി. ഓക്കെ ദേവൂട്ടി നന്ദൂട്ടി, ബിഗ് ഹായ്. ഉഷ വാരിയർ സേസ് വൺ മോർ ഹിന്ദി സോങ് പ്ലീസ്. ഉഷ ടീച്ചർ എന്നെ പാട്ടുകാരനാക്കി അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടാണോ ടീച്ചറെ? ഒരു പാവം നടനാണ്, വല്ലപ്പോഴും പാടുന്ന ഒരു നടനാണ്. നോക്കട്ടെ ടീച്ചറെ, ഒരു സോങ് കൂടെ ടീച്ചർ പറഞ്ഞുകൊണ്ട്. ലെറ്റ് മീ സീ. ചൽത്തെ ചൽത്തെ मेरे ये गीत याद रखना, कभी अलविदा ना कहना, चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना. ഓക്കെ ടീച്ചറെ, എന്നെ കൊണ്ട് 3 ഹിന്ദി പാട്ടും 1 മലയാളം പാട്ടും പാടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. നേരത്തെ ആരോ സിനിമയിലെ പഞ്ച് ഡയലോഗ് എന്ന് പറഞ്ഞു. അപ്പോൾ സംസ്കൃത സിനിമയുടെ തന്നെ പറയാം. വിദർഭ രാജധാനി പ്രതീക്ഷിതോസ്തി വൈമ്യ സ്വയംവര വിവാഹ. ഇനി പറഞ്ഞാൽ വെറും സ്വാഹ ആഹ അഹ എന്നൊക്കെ പറയും. ഇതെന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം പറഞ്ഞു, ഈ ഡയലോഗ് തന്നെയാണ് ദൂരദർശൻ്റെ ആൾക്കാർ എന്നെ ഗോവ ഫെസ്റ്റിവലിൽ IFFI ഗോവയിൽ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു ഇത്. അവിടെ പോയി ഇത് ഈ സിനിമയിൽ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഡയലോഗാണ് പറഞ്ഞപ്പോൾ ഈ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. വിദർഭ രാജധാനി പ്രതീക്ഷിതോസ്തി വൈമ്യാഹ സ്വയംവര വിവാഹ എന്ന് പറഞ്ഞിട്ട് ഈ ഡയലോഗ് തന്നെ അന്നും അടിച്ചു. പാർവതി സേസ് നൈസ് സിംഗിങ് സർ, താങ്ക് യു സോ മച്ച് പാർവതി. പ്രീതി मैक्सॉन सेज हेलो. हाय प्रीति मैक्सॉन. ओके प्रीति हाय. बहुत अच्छा जनार्दन सर, शुक्रिया साहब जी. आपको अच्छा लगा? ഉഷ വാര്യർ മാഡം, ഓക്കെ നമസ്കാരമുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ സന്തോഷം. സിംനാപ്സ് പ്രദീപ് ഹായ് അങ്കിൾ. ഹലോ സിംനാപ്സ്, ഹായ്. സജിത് ജയരാജ് സൂപ്പർ. ഓക്കെ താങ്ക് യു സജിത്, താങ്ക് യു സോ മച്ച്.
അല്ല, ഈ പഞ്ച് ഡയലോഗ് എന്ന് പറയുമ്പോൾ അമ്മക്കിളി എന്ന് പറയുന്ന അതിലുള്ള വില്ലൻ ക്യാരക്ടറാണ് എൻ്റെ ഏറ്റവും ഫേമസ്. അതായത് കോശി എന്ന് പറയുന്നത്. ഇന്നും എന്നെ ആൾക്കാർ പലരും കോശി എങ്കിളെ എന്നാണ് വിളിക്കുക. അപ്പോൾ അതിൽ അമ്മക്കിളിയിൽ എൻ്റെ ഡയറക്ടർ ഏറ്റവും അധികം ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഫൈസൽ അടിമാലി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ 4-5 വർക്കിൽ ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെക്കൊണ്ട് ഞാൻ ഈ പല ഭാഷകൾ സംസാരിക്കും, വീട്ടിൽ തുളുവ സംസാരിക്കുന്ന അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്നെക്കൊണ്ട് അമ്മക്കിളി എന്ന് പറയുന്ന സീരിയലിൽ എന്നെക്കൊണ്ട് കന്നഡ, തുളു, ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. So Abhirami says, nice singing uncle. Thank you so much Abhirami. You are a professional singer. I am not a professional singer. I am not a trained singer. I am just trying my best. So thank you മോളെ, thank you so much. ഒരു ഹിന്ദി പാട്ട് പാടുമോ എന്ന് തോന്നുന്നു. 3 ഹിന്ദി പാട്ട് പാടി കഴിഞ്ഞു. സൂര്യ മുരളീധരൻ ചോദിക്കുന്നത് ഒരു ഹിന്ദി പാട്ട് പാടുമെന്നാണ്. 3 കഴിഞ്ഞു സൂര്യ. സത്യൻ പറയുന്നത് മിനി ചേച്ചി ഫ്രം കോട്ടയം വെൽക്കം. ഓക്കെ മിനി ചേച്ചി, വെൽക്കം ടു യു. സത്യേട്ടൻ സേസ് ബിഗ് വെൽക്കം ടു യു. മിനി ജോൺസൺ ഹലോ, ഗുഡ് ഈവനിങ് മിനി ജോൺസൺ. രാജലക്ഷ്മി സോമരാജൻ ഹലോ ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. എല്ലാവരും ഐ ആം ഹാവിങ് എ ഗ്രേറ്റ് ടൈം. ഒരുപാട് കാലം ഇത്രയും ആൾക്കാരോട് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയിട്ട്. ലീന പീറ്റർ റൈറ്റ് ടൈമിൽ ചലത്തെ പാടി ഫോണിൻ്റെ ബാറ്ററി ചാർജ് കഴിഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ബൈ ടേക്ക് കെയർ. സോ നൈസ് ഹാവിങ് യു ഹിയർ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സ്റ്റേ സേഫ്. ഗോഡ് ബ്ലെസ് യു. ഹായ് രാജലക്ഷ്മി. ആൻഡ് 8:30 p.m. It's Rajalakshmi is going to sing. So, 8:30 p.m. you another person, Rajalakshmi singing. I think she'll be singing. Balakrishnan says good, enjoy. Thank you so much. ബാബു കോന്നത്ത് ഹായ്. ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് താങ്കളുടെ പാട്ടുകൾ കേട്ടിരുന്നത്. അഭിനന്ദനങ്ങൾ. ബാബു നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷം. പഴയ ഓർമ്മകളെക്കുറിച്ചാണ് ഇവിടെ കൂടുതലും സംസാരിച്ചത്, വിക്ടോറിയയെക്കുറിച്ച്. ഇവിടെ ഇങ്ങനെ പലരോടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ ഫ്രണ്ട്സ് വന്നു, സ്കൂളിലുള്ള ഫ്രണ്ട്സ് വന്നു, വിക്ടോറിയയിലുള്ള ഫ്രണ്ട്സ് വന്നു. ഇതാ ഒരു പഴയ ഓർമ്മയിലുള്ള എന്താ പറയുക, നമുക്ക് പഴയ ഓർമ്മകൾ അയവർക്കാൻ വീണ്ടും ഒരു കാരണം. മിസ്റ്റർ ബാബു പറയുന്നത് അന്ന് ഞാൻ പാടിയത് കേട്ടിട്ടുണ്ടെന്നൊക്കെയാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഏറ്റവും നല്ല സുവർണ്ണ എന്താ പറയുക വർഷങ്ങൾ എന്നാണല്ലോ നമ്മൾ പറയുക. നമ്മുടെ കോളേജ് ഡേയ്സ്, the best days of our life എന്നാണല്ലോ പറയുക. ശ്രീനിവാസൻ കാടങ്കോടാണോ? ഹായ് ശ്രീനിവാസൻ. KDMD എന്നിട്ടുണ്ട്. അപ്പോൾ ഹായ് ശ്രീനിവാസൻ, ഹായ്. എനിവേ, ഞാൻ തുടക്കത്തിൽ ലൈവ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് വന്ന ആൾക്കാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം. സ്വരലയ ഓർക്കസ്ട്രയുടെ ഈ പേജിൽ എനിക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ലൈക്കായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അജയൻ സാറിനെ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അറിയാം. അദ്ദേഹം വഴി ഞാൻ സ്വരലയുടെ ഒരുപാട് വേദികളിൽ സംസാരിക്കാനും ഒരുപാട് വലിയ ഫംഗ്ഷൻസിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സത്യേട്ടനാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി എന്നെ വിളിച്ചത്. സത്യേട്ടൻ അല്ലെങ്കിൽ തന്നെ നോട്ട് ത്രൂ ദിസ് ബട്ട് അതർവൈസ് ഓൾസോ ഇസ് സച്ച് എ വണ്ടർഫുൾ ഫ്രണ്ട് ആൻഡ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ, എ പേഴ്സൺ ഹു റിയലി ലവ്സ് മ്യൂസിക് ആൻഡ് ലവ്സ് എവറിത്തിങ് അബൌട്ട് ആർട്ട്. സോ ഐ എം ഹിയർ ബിക്കോസ് ഓഫ് ദീസ് പീപ്പിൾ. സോ എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. മനോജ് സേസ് സത്യേട്ട നിങ്ങൾക്ക് മിസ്റ്റർ മനോജ് സേസ് ഹലോ. വിജീഷ് നായർ സേസ് ഹായ്. ഐ എം വെരി ഫൈൻ വിജീഷ്, ഐ എം വെരി ഫൈൻ. മിസ്റ്റർ സുരേഷ് സേസ് ഈസ് വാച്ചിങ്. വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ആർ വാച്ചിങ്. ദ മോർ ദ മെറിയർ. ഐ എം മനോജ് പാലക്കാട് ഫ്രം ഡോംബിവിലി. സോ ഇപ്പോഴും ബോംബെയിലാണോ മനോജ്? If you're in Bombay, stay safe. You know that all our country, നമുക്ക് മഹാരാഷ്ട്രയിൽ ബോംബെയിലൊക്കെ ഇഷ്യൂസ് കൂടുതലാണെന്ന് അറിയാം. പക്ഷേ stay safe. I'm sure you'll be all right. Hope everything changes soon. Shivan Mundur says hi and വലിയ നമസ്കാരം. മഹേഷ് നായർ says hi. നമസ്കാരമുണ്ട്. മേത്തിൽ കൃഷ് says hello. ഞാനിങ്ങനെ എൻ്റെ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ഇന്നേ വരെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ലൈവ് പോയിട്ടില്ല. ദിസ് ഇസ് വൺ ഓഫ് ദ റയർ ലൈഫ്. ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അവരുടെ ഇൻഹൗസ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത്. ഞാൻ പാലക്കാടിലുള്ള ഈ പേജിലേക്കാണ് ഞാൻ ലൈവ് പ്രോപ്പറായിട്ട്, അതായത് ഒരു ഏഷ്യാനെറ്റിൻ്റെയോ അല്ലെങ്കിൽ മലയാള മനോരമയുടെ പേജ് അല്ലാതെ ഞാൻ വരുന്നത് ഈ പേജിലാണ്. മൈക്കിലെ കൈയെടുത്ത് ആനമാടിയിരുന്ന രംഗങ്ങൾ ഇന്നും കൺമുന്നിൽ പങ്കെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ മുണ്ടൂർ എഴക്കോടാണ്. മിസ്റ്റർ ബാബു എൻ്റെ ഒരുപാട് നല്ല ഓർമ്മകളാണ് മുന്നോട്ട് പോകുന്നത്. മൈക്ക് കയ്യിലെടുത്ത് അമ്മാനം പാടുന്നു. അതേ വെസ്റ്റേൺ മ്യൂസിക് പാടുമ്പോൾ മിസ്റ്റർ ബാബു എന്തായാലും ഓർക്കുന്നുണ്ടാവും.
ഞങ്ങളന്ന് പെർഫോമൻസിലും കൂടിയാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് പാട്ടൊക്കെ ഒരു ലിമിറ്റേഷൻ വരെയല്ലേ. ഞാൻ നോട്ട് എ ട്രെയിൻ സിംഗർ, ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യമായി പറയണം. പക്ഷേ സ്റ്റേജിൽ വീസ് ടു എൻജോയ്, ഡാൻസ് ചെയ്തും പാട്ട് പാടിയും ഓഡിയൻസിനെ കൂടെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നു. സോ അന്ന് അതെ മൈക്ക് കയ്യിലെടുത്ത് അമ്മാനമാടുമായിരുന്നു. ശബ്ദം കൊണ്ടല്ല, ദേഹം കൊണ്ട് മുഴുവൻ. മനോജ് ചിങ്ങച്ചം വീട് സേസ് ഹായ് ഹായ്. Janardhan Nair says all the best to Soralaya and thanks to Satyam Bhai and Rajesh ji. Thank you, Mr. Janardhan. It has been lovely interacting with you. Satyam പറയുമ്പോഴാണ് അറിഞ്ഞത് that you are an actor എന്ന്. Lovely interacting with you. Wish you the very best of everything in life. ശിവൻ മുണ്ടൂർ സുഖമാണോ? സുഖമാണ് ശിവൻ, വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് സേഫായിട്ട് എൻ്റെ അച്ഛനമ്മ, എൻ്റെ വൈഫ്, കുട്ടികൾ, എൻ്റെ പിന്നെ ഒരു ചെറിയച്ഛൻ ആൻറ്റിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലോക്ക്ഡൗൺ സമയം മുതൽ മുമ്പ് തന്നെ കുട്ടികൾക്ക് വീട്ടിലെത്താൻ പറ്റി. എൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ 3 കുട്ടികളും വർക്കിംഗ് ആണ്. അവർ വീട്ടിലെത്തിയിരുന്നില്ലെങ്കിൽ എനിക്ക് സുഖമാണോ ചോദിച്ചാൽ ടെൻഷനാണെന്ന് പറഞ്ഞേനെ. പക്ഷെ ഇപ്പോൾ അവരുള്ളത് കൊണ്ട് എനിക്ക് സുഖമാണ്. അവർ വീട്ടിൽ സേഫായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് എന്ന് മനോജ് പറയുന്നു. താങ്ക് യു സോ മച്ച് മനോജ്. സുധീർ അഭിരാമി, ഐ ഹവ് സ്റ്റാർട്ടഡ് മൈ ജേർണി ഓഫ് മ്യൂസിക് ജസ്റ്റ് 1 year ബിഫോർ അങ്കിൾ, ഓൺലി ബിക്കോസ് ഓഫ് സത്യൻ അങ്കിൾ. ഓ സി ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ഭംഗി വാക്കിനല്ല പറഞ്ഞത്. സത്യേട്ടൻ ഹാസ് ഗോട്ട് ഹിസ് ഐ ഫോർ കാച്ചിങ് ദ റൈറ്റ് ടാലൻറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. അഭിരാമി മോളിപ്പോൾ പറയുന്നത് 1 വർഷമായിട്ടാണ് ഹെർ മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ടഡ് ആൻഡ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് സത്യേട്ടൻ എന്നാണ്. വണ്ടർഫുൾ സത്യേട്ടൻ, ഹാറ്റ്സ് ഓഫ് ടു യു അഗെയിൻ ഫോർ എൻകറേജിങ് യങ് ടാലൻറ്റ്, ബിക്കോസ് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. യങ് ആയിരിക്കുമ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് എക്സ്പോഷർ കിട്ടിയ സ്കൈ ഈസ് ദ ലിമിറ്റ്. യു നോ ദാറ്റ്. നമ്മളിപ്പോൾ ഞാനൊക്കെ ലൈഫിൽ 35-36 വയസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഫീൽഡിലേക്ക് വന്ന് എത്തുന്നത്. പക്ഷേ ടെൻഡർ ഏജിൽ തന്നെ റൈറ്റ് ഡയറക്ഷനും നമ്മൾ കറക്റ്റായിട്ടുള്ള ദിശയിലേക്ക് നമ്മളൊന്ന് പോയിന്റ് ചെയ്ത് വിട്ടാൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. മനോജ് സേസ് ഓൾ ദി ബെസ്റ്റ് സത്യേട്ട. വൺ മോർ ഓൾ ദി ബെസ്റ്റ് ടു യു ഫ്രം മനോജ്. അഭിരാമി അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. ഒരു വർഷം ആയിട്ടുള്ളൂ എന്ന് പറയണം. ബട്ട് ഇഫ് സത്യേട്ടൻ ഹാസ് ഫൗണ്ട് ദാറ്റ് യു ഹാവ് എ ടാലൻറ്റ്, ഐ എം ഷുവർ യു ഹാവ് എ വണ്ടർഫുൾ ടാലൻറ്റ്. ഐ നോ സ്കൈ ഈസ് ദ ലിമിറ്റ്. ഗോ ഫോർ ഇറ്റ് മോളെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഐ എം ചെക്കിംഗ് മൈ വാച്ച് ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് ലൈവ് ഉണ്ട്. 7:30 മുതൽ വേറെ, പിന്നെ ഈ ലൈവ് കഴിഞ്ഞ ഉടനെ അടുത്ത ലൈവിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ലൈവിലേക്ക് വരും. അപ്പോൾ ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് എന്താ പറയുക, ഒരുപാടായാൽ ബിരിയാണിയും നമുക്ക് മടുക്കുന്നൊക്കെ പറയുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റിൽ ഈ ലൈവ് നിർത്തുന്നതായിരിക്കും. ഇഫ് എനി ഓഫ് യു ഹാവ് എനി സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഐ വിൽ ബി വെരി ഹാപ്പി ടു ആൻസർ. എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഒരു 5 മിനിറ്റും കൂടി ഞാൻ ഇവിടെ ഉണ്ടാവും. Satyan Bhai introduced karaoke music in Mumbai long back. He is doing the same in Palakkad. In fact, Palakkad karaoke singers are coming out like anything. Abhirami says thank you. Okay, Abhirami, all the you're most welcome. You're most welcome. Like I said, the winding down period ആണ്. 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. 1 മണിക്കൂറിന് മേലെയായി. ഞാൻ 5:52 ആകുമ്പോഴേക്കും ലൈവ് വന്നതാണ്. ഇപ്പോൾ 6:55 ആവണം. അപ്പോൾ എന്താ പറയുക, ഞാൻ വിചാരിച്ചതിലും കൂടുതൽ സമയം ഇവിടെയുണ്ട്. സത്യമായിട്ട് എനിക്ക് തന്ന ടൈമും ഞാൻ മുകളിലേക്ക് പോകാൻ തുടങ്ങി. സൂസൻ സേസ് ഹായ് രാജേഷ് ബ്രോ. ഹായ് സിസ്, ഹൗ ആർ യു സൂസൻ? രാജേഷ് ശേഖർ നൈസ് സിംഗിങ് ജി. പ്ലീസ് സേ ഹലോ ടു ഫ്രണ്ട്സ് ഇൻ അലനല്ലൂർ. അലനല്ലൂരിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രജീഷാണ് പറഞ്ഞത്. അപ്പോൾ രജീഷിൻ്റെ വഴി അലനല്ലൂരിലുള്ള എല്ലാവർക്കും എൻ്റെ വലിയൊരു ഹായ്. On behalf of Soralaya Palakkad, we thank you so much, Mr. Rajesh Hebbar. It was my pleasure and my privilege. I had a wonderful time, and I hope you people enjoyed too, as much as I enjoyed being with you. I really had a great time. Thank you so much for having me here. രാജേഷ് ചേട്ടാ, ഒരു മലയാളം കാണാൻ പാടാമോ? മലയാളം ഇനി ഞാൻ പാടിക്കഴിഞ്ഞു. ഇനി പാടിയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവും. ഞാൻ നേരത്തെ ഹിന്ദിയും പാടി, മലയാളം പാടി. പക്ഷേ എൻ്റെ അടുത്ത് വെസ്റ്റേൺ പാടുമെന്ന ഒരു റിക്വസ്റ്റ് 1-2 നേരത്തെ വന്നിരുന്നു. ഞാൻ പോകാനിപ്പോൾ ഒരു 3 മിനിറ്റ് ബാക്കി, ഒരു 5 മിനിറ്റ് ബാക്കിയുണ്ട്. പോകുന്നതിന് മുമ്പ് ഞാനൊരു 4 വരി, ഞാൻ പറഞ്ഞ പോലെ കോളേജിൽ ഏറ്റവും പോപ്പുലർ ആയിരുന്ന ഒരു സ്പാനിഷ് സോങ് ഞാൻ എന്തായാലും ഒരു 4 വരി തന്നിട്ട് പോവാം. സിന്ധു നായർ സേസ് വെരി നൈസ്. Thank you so much. Thank you so much if you like the few minutes that I spent with you people. SK Andikad says hi. നമസ്കാരമുണ്ട്. സുധീർ അല്ല, അത് അഭിരാമിയാണ് തോന്നുന്നു. അങ്കിൾ വെസ്റ്റേൺ സോങ് പ്ലീസ്. ഓക്കെ, അഭിരാമിയും പറയുന്നു വെസ്റ്റേൺ സോങ് എന്ന്. ഉറപ്പായിട്ടും പാടിത്തരാം. ഒത്തിരി ആശംസകൾ ഗിരിജ അശോകൻ. താങ്ക് യു സോ മച്ച്. ഒത്തിരി നന്ദി.
പരമേശ്വരൻ പെരുവമ്പ ബീങ് എ തുളു സ്പീക്കിംഗ് ഹൗ കം യു ബിക്കേം എ പാലക്കാടൻ. 80 വർഷം മുമ്പ് പാലക്കാടിൽ വന്ന് എൻ്റെ മുത്തശ്ശൻ സെറ്റിൽ ചെയ്തു. ദാറ്റ് ഈസ് ഹൗ ഐ ബിക്കേം എ പാലക്കാടൻ. എൻ്റെ അച്ഛനും ജനിച്ചത് ഇവിടെയാണ്, എൻ്റെ അമ്മയും ജനിച്ചത് എൻ്റെ അച്ഛനും ജനിച്ചത് ഇവിടെയാണ്, ഞാനും ജനിച്ചത് ഇവിടെയാണ്. തുളുവിൽ വേണമെങ്കിൽ 2 വാക്ക് പറയാം. ಮಸ್ತ್ ಖುಷಿയാണ് എനിക്ക് മോള് ಇಂಕ್ಲಡ ಪತ್ತು ಪಾತಿರ್ತು ಇಂಕ್ಲಿಗೆ ತುಳು ಗೊತ್ತಿತ್ತಂಡೆ എനിക്ക് തെഞ്ചിನ പാത്രം തുള്ളി എന്ന് എനിക്ക് അർത്ഥമാവും. ഞാൻ എന്താ പറഞ്ഞത് പറഞ്ഞാൽ തുളുവിൽ സംസാരിക്കാൻ നിങ്ങളടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തുളു അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചത് മനസ്സിലാവുന്നത്. ഉഷ വാര്യർ സേസ് ഐ റിയലി എൻജോയ് ദ സെഷൻ. താങ്ക് യു ടീച്ചർ, യു മേഡ് മീ സിംഗ് സോ മെനി സോങ്സ്. പാർവതി ആനന്ദ് സേസ് റിയലി എൻജോയ്ഡ് സർ. താങ്ക് യു, ഐ എൻജോയ്ഡ് മൈസെൽഫ് tremendously, had a lovely time here. Abhirami says, I really enjoyed the live. Please come again. Thank you so much. It will be a pleasure, Abhirami, but I'll come after some time. There are so many nice people you can meet. ഒരുപാട് ആൾക്കാർ സത്യമായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല. ഇനി അടുത്ത ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്ക് നല്ല ലൈവിൽ വരാനുള്ള ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റും സിംഗേഴ്സും ഒരുപാട് ആൾക്കാർ വരും. ആക്ടേഴ്സ് ഓൾസോ എല്ലാവരും വരും. സത്യേട്ടൻ എന്താ പറയുക, നോ സോ മെനി പീപ്പിൾ. സോ ഇറ്റ് വാസ് മൈ പ്ലഷർ ബീയിങ് ഹിയർ ആൻഡ് വീണ്ടും വരാം. പക്ഷേ ആഫ്റ്റർ ലോങ് ടൈം ലെറ്റ് ഓൾ ദീസ് ന്യൂ പീപ്പിൾ കം. വീണ്ടും വന്ന് ബോറടിക്കാൻ തുടങ്ങില്ലേ? എനിക്കല്ല, നിങ്ങൾക്ക്. എനിക്ക് ബോറടിക്കില്ല. ഓക്കെ, വെൻ ഐ ഹാവ് അബൌട്ട് 3 minutes ലെഫ്റ്റ്, ഞാനൊരു 2 വാക്ക് എല്ലാ മോളും അഭിരാമി മോളും പറഞ്ഞു. വേറെയും കുറേ ആൾക്കാർ എൻ്റെ വിക്ടോറിയ കോളേജിലെ ഓർമ്മകളൊക്കെ അയവർക്കുമ്പോൾ പറഞ്ഞിരുന്നു 2 വരി ഇംഗ്ലീഷ് പാട്ട് പാടണമെന്ന്. ഞാൻ സ്പാനിഷ് പാട്ടായിരുന്നു അന്ന് കോളേജിൽ ഹരമായിരുന്നു, എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ പറ്റിയൊരു പാട്ടായിരുന്നു. അതിൻ്റെ ഒരു 2 വരി പാടിയിട്ട് നമുക്ക് പാട്ടുകൾ നിർത്താം. അത് കഴിഞ്ഞ് ഒരു വൈൻഡിങ് ഡൗൺ മേ ബി ഒരു 2 minutes വി ക്യാൻ ടേക്ക്. Para bailar la bamba se necesita una porca di grazia. Dai una porca di grazia para vivir. Wanna arriba y arriba. Ay arriba potizere. Una soy marinero, soy capitán. La bamba, bamba. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്തൊരു സോങ് ആണ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ടൈം ഐ സ്പെൻഡ് വിത്ത് യു. ഐ റിയലി എൻജോയ്ഡ് മൈ ടൈം വിത്ത് യു. ഒരിക്കൽ കൂടി സ്വരലയ ഓർക്കസ്ട്ര ഈ പേജിലുള്ള എല്ലാ ഭാരവാഹികൾക്കും അജയൻ സാർക്കും സത്യേട്ടനും ഇന്ന് ലൈവിൽ വന്ന് എന്നോട് സംസാരിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ച് എനിക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എൻ്റെ വക മാത്രമല്ല, എൻ്റെ ഫാമിലിയുടെ വക, എൻ്റെ വൈഫ് അനിത, മൈ ചിൽഡ്രൻ ആകാശ്, വർഷ, രക്ഷ, മൈ ഫാദർ രമേശ്, മൈ മദർ പദ്മിനി, എല്ലാവരുടെ വക. എൻ്റെ സിസ്റ്റർ ഇസ് ഇൻ US ബട്ട് ഹർ നെയിം ഈസ് മോനിഷ. നമ്മുടെ ഫുൾ ഹെബ്ബാർ ഫാമിലിയുടെ വക നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റേ സേഫ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഫൈനൽ മെസ്സേജ്. ഐ തിങ്ക് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ബിക്കോസ് ഐ ഹവ് ഡൺ സോ മെനി വീഡിയോസ്. എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടീം ട്രയോ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഓരോ വീഡിയോസിലും പറയാറുള്ള കാര്യമാണ് സ്റ്റേ സേഫ്. ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് ലെറ്റ് us കീപ് ഡൂയിങ് ദ തിങ്സ് ദാറ്റ് വി ഹവ് ഡൺ റൈറ്റ്. ഇതുവരെ ശുചിത്വം എന്ന് പറയുന്നത് ഹാൻഡ് വാഷിംഗ്, ലെറ്റ്സ് മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. മാസ്ക്, ലെറ്റ്സ് മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ലെറ്റ്സ് ബി സേഫ് ആൻഡ് മോസ്റ്റ് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. ലൈക്ക് വി ആർ ഡൂയിങ് നോ, വി ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ ബട്ട് വി ആർ നോട്ട് ക്രിയേറ്റിംഗ് പ്രോബ്ലംസ് ഫോർ ഈച്ച് അതർ. പുറത്ത് പോയി നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കും. ഇത് നിങ്ങളോട് മാത്രമല്ല, ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമുക്കറിയില്ലല്ലോ, നമുക്ക് അറിയാതെ നമ്മൾ ആൾക്കാർ ഷെക്കൻഡ് കൊടുക്കും. നമ്മൾ ക്യൂവിൽ പോകുമ്പോൾ എടുത്തു പോയി നിൽക്കും. കുറച്ച് കാലത്തേക്കെങ്കിലും വിൽ ഓൾ ഹാവ് ടു ബി സേഫ് ബിക്കോസ് വി ആർ ഗോയിങ് ത്രൂ. ഇനിയാണ് കുറേ ഡിഫിക്കൽട്ട് ഫേസിലേക്ക് നമ്മൾ വരുന്നത്. ദ ഹോൾ വേൾഡ് ഈസ് ഗോയിങ് ത്രൂ ദാറ്റ് ഫേസ്. ലെറ്റ്സ് ഓൾ ബി സേഫ്. ഓരോരുത്തർക്കും മൈ ബിഗ് താങ്ക്സ്, ബിഗ് താങ്ക് യു ടു സത്യേട്ടൻ, അജയൻ സാർ ആൻഡ് ദ സുരലയ ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് യു. സീ യു അഗെയിൻ. കീപ് സേഫ്, സ്റ്റേ ഹാപ്പി.